ഗീതമെന്നിലെന്നും നിറവേറട്ടെ. നിന്നിഷ്ടങ്ങളെന്നിൽ പൂർണ്ണമാകട്ടെ. ഗീതമെന്നിലെന്നും നിറവേറട്ടെ. നിന്നിഷ്ടങ്ങളെന്നിൽ പൂർണ്ണമാകട്ടെ. ഓരോ നാളും അങ്ങിൽ ചാരി ജീവിപ്പാൻ എന്നെ എന്നും സഹായിക്കണേ. ഓരോ നാളും അങ്ങിൽ ചാരി ജീവിപ്പാൻ എന്നെ എന്നും സഹായിക്കണേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധിക്കും ഞാനെന്നും പാടിയിടും ഞാൻ. ഓ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധിക്കും ഞാനെന്നും പാടിയിടും ഞാൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധിക്കും ഞാനെന്നും പാടിയിടും ഞാൻ നിൻ നന്മകളെ. ആരാധിക്കും ഞാനെന്നും പാടിയിടും ഞാൻ. चरणों में तेरे हम आते हैं. सारा दर्द तुझको देते हैं. चरणों में तेरे हम आते हैं. सारा दर्द तुझको देते हैं. शीश हम झुकाते हैं. वंदना करते हैं. शीश हम झुकाते हैं. वंदना करते हैं. ओ हालेलुया हालेलुया. आमेन. हालेलुया हालेलुया. चरणों में तेरे हम आते हैं. सारा दर्द तुझको देते हैं. चरणों में तेरे हम आते हैं. सारा दर्द तुझको देते हैं. शीश हम झुकाते हैं. वंदना करते हैं. शीश हम
चुकाते वंदना करते ओ हालेलुया 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 आमेन ओ हालेलुया നമുക്കെല്ലാം ഒരു നിമിഷം ദൈവത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. ഓ ഹല്ലേലൂയ ആമേൻ. എന്നുയിരാന ഉയിരാന ഉയിരാന എന്നുയിരാന ഉയിരാന ഉയിരാന യേശു എന്നുയിരാന ഉയിരാന ഉയിരാന യേശു എന്നുയിരാന ഉയിരാന ഉയിരാന യേശു എന്നുയിരാന യേശു എന്നുയിരോട് കലർന്ന് എന്നുയിരേ നാനും തുതിപ്പേ உயிரே என்னுயிரான இயேசு என்னுயிரோடு கலந்து என்னுயிரே நான் உம்மை துதிப்பேன் என்னுயிரே நான் உம்மை துதிப்பேன் என்னுயிரான உயிரான உயிரான இயேசு என்னுயிரான உயிரான உயிரான இயேசு என்னுயிரான இயேசு என்னுயிரோடு கலந்து என்னுயிரே நான் உம்மை துதிப்பேன் என்னுயிரே என்னுயிரான இயேசு என்னுயிரோடு கலந்து என்னுயிரே நான் உம்மை துதிப்பேன் என்னுயிரே நான் உம்மை துதிப்பேன் உலகமெல்லாம் மறக்குதையா உணவு எல்லாம் இனிக்குதையா உலகமெல்லாம் மறக்குதையா உணவு எல்லாம் இனிக்குதையா உன்னாமம் துதிக்கையிலே ஏசையா உன்னன்பு ருசிக்கையிலே ராஜா உன்னாமம் துதிக்கையிலே ஏசையா உன்னன்பு ருசிக்கையிலே என்னுயிரான உயிரான உயிரான ஓ என்னுயிரான உயிரான என்னுயிரான உயிரான உயிரான இயேசு என்னுயிரான உயிரான உயிரான இயேசு என்னுயிரான இயேசு என்னுயிரோடு கலந்து என்னுயிரே நான் உம்மை துதிப்பேன் என்னுயிரே ஓ என்னுயிரான இயேசு என்னுயிரோடு கலந்து என்னுயிரே நான் உம்மை ஓ
என்னுயிரே நான் உம்மை துதிப்பேன். என்னுயிரே உயிரான இயேசு, என்னுயிரான உயிரான உயிரான இயேசு, என்னுயிரான இயேசு, என்னுயிரோடு கலந்து என்னுயிரே நான் உம்மை துதிப்பேன். കരമെല്ലാം ഒന്ന് ഉയർത്തി നന്ദിയോടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധനേ என்னுயிரான உயிரான உயிரான என்னுயிரான இயேசு. Oh, thank you, Holy Spirit. நான் உம்மை துதிப்பேன். என்னுயிரே പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അപ്പാ ഈ അനുഗ്രഹിക്കപ്പെട്ട രാത്രി ഞങ്ങൾ നന്ദിയോടെ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ ആരാധിപ്പാൻ, അങ്ങേ അപ്പാ പിതാവേ എന്ന് വിളിപ്പാൻ സ്വർഗ്ഗം ഒരുക്കിയ നല്ല മുഖാന്തരങ്ങൾക്കായി സ്തോത്രം. കർത്താവ്, ഇന്ന് രാത്രികാലം ഞങ്ങളെ ആമേൻ ആമേൻ സഭയായി ഞങ്ങളുടെ സന്നിധിയിലേക്ക് ആമേൻ ഞങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇന്ന് രാത്രി ദൈവം തരുന്ന എല്ലാ നല്ല ദാനങ്ങൾക്ക് നന്ദി പറയുന്നു. മഹത്വം എല്ലാം ഞങ്ങൾ അങ്ങേക്ക് തരുന്നു, യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. നമുക്കെല്ലാം ദിവസത്തിലിരിക്കാം. കടന്നു വന്ന യുവമക്കൾക്കായ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ കൂട്ടായ്മ നമ്മൾ ഒരു സെൻഡ് ഓഫ് മീറ്റിംഗ് കൂടിയായിട്ടാണ് ആഗ്രഹിക്കുന്നത്. പ്രിയ പ്രവീൺ ബ്രദറിൻ്റെ യാത്രയോടനുബന്ധിച്ചുള്ള സഭയായി നമ്മളവരെ പ്രാർത്ഥിച്ചയക്കുന്ന ഒരു കൂട്ടായ്മ കൂടിയാണ് ഇന്ന് രാത്രി. പ്രിയ പ്രവീൺ ബ്രദർ കടന്നു വന്നിട്ടുണ്ട്. കരങ്ങളൊക്കെ അടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യുക. മുമ്പോട്ടിരുന്നേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ആമേൻ. തുടർന്നുള്ള നിമിഷങ്ങൾ അവന് പ്രാരംഭമായി നമ്മൾ ആമേൻ പ്രിയ കർത്താവിൻ്റെ ദാസിൽ നിന്നും അല്പസമയം വചനം ധ്യാനിച്ച ശേഷം ആമേൻ ആമേൻ സ്തോത്രം, നമുക്ക് പ്രിയ പ്രവീൺ ബ്രദറെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവരെ കുടുംബമായി നമുക്ക് ആമേൻ സ്തോത്രം ഈ സമയം ഓർത്ത് പ്രാർത്ഥിച്ച് അയക്കേണ്ടുന്ന സമയം കൂടെയാണ്. കഴിഞ്ഞ 15 വർഷത്തോളമായി 2014 മുതൽ എനിക്ക് എൻ്റെ അറിവിലുണ്ട്. 2014 മുതൽ ഏകദേശം 12 വർഷത്തോളം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ചർച്ചിൻ്റെ ഓരോ കാര്യങ്ങളിലും വളരെ ആക്റ്റീവായി, പ്രത്യേകിച്ച് ആമേൻ ചുക്കാൻ പിടിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തി കൂടിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ സ്തോത്രം. നമുക്ക് ആമേൻ ഹല്ലേലൂയ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളാണ്. പ്രത്യേകിച്ച് പ്രിയ
പ്രവീൺബർ കുടുംബം അമേൻ അമേൻ അവരായിരുന്നിടങ്ങളിൽ, അതുപോലെ പ്രിയ വാമനങ്ങൾ പ്രവീണബർ കുടുംബത്തെ ഓർക്കുമ്പോൾ നമുക്ക് വാമനങ്ങളെ വിസ്മരിക്കാൻ കഴിയത്തില്ല. ആമേൻ. ഞാനെല്ലാം കടന്നു വന്ന സമയത്ത് നമ്മുടെ ചർച്ചിൻ്റെ ഏറ്റവും ഏറ്റവും ബാക്ക് ബോണായി നിന്ന ആ ഒരു കുടുംബം, അവരുടെ പ്രാർത്ഥനയെല്ലാം ഇവരുടെ മുന്നോട്ടുള്ള ഗമനങ്ങൾക്കൊക്കെ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. തുടർന്നുള്ള നിമിഷം സ്തോത്രം നമ്മൾ പാസ്റ്റർ മുമ്പോട്ട് ക്ഷണിക്കുന്നു. ചില വചനങ്ങൾ നമ്മോട് സംസാരിച്ച ശേഷം നമുക്ക് മറ്റു കാര്യങ്ങളിൽ കിടക്കാം. പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേറ്റേ. സ്തോത്രം. ആമേൻ. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ആമേൻ. അതുകൊണ്ട് ഞാൻ നിങ്ങൾ പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞേ. എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിച്ചേ. നമുക്കെല്ലാം ഇപ്പോഴും ആമേൻ നമുക്ക് ദൈവത്തോട് നന്ദി പറയുവാൻ നമ്മൾ കടപ്പെട്ടവരാണ്. എല്ലാറ്റിനും പിതാവേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അല്പസമയം എല്ലാവരും ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ആമേൻ. ഹല്ലേലൂയ. യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യേശുക്രിസ്തു മുഖാന്തരം ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മുടെ സ്തോത്രത്തിനകത്ത് ജയത്തിൻ്റെ സ്വരം അവിടെ കേൾക്കണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വം. ഹല്ലേലൂയ. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ ഞങ്ങളുടെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിന് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. സ്വർഗ്ഗീയ പിതാവേ, ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ലഭിച്ച നല്ല അവസരങ്ങൾക്കായി ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുകയാണ്. കർത്താവ്, ഇന്ന് രാത്രി ഇവിടെ ഒരുമിച്ചായിരിക്കുമ്പോൾ ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ സമയം ഞങ്ങൾ എടുക്കുകയാണ്. പച്ച കൃപ ഞങ്ങളിൽ വർദ്ധിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാം എഴുന്നേട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ഇടയിൽ പൊതുവെ ഈ സെൻഡ് ഓഫ് മീറ്റിംഗ് ആയിട്ട് നമ്മൾക്ക് അങ്ങനെ ക്രമീകരിക്കാറില്ല. വളരെ അപൂർവമായിട്ടുള്ള, പ്രത്യേകിച്ച് ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ സെൻഡ് ഓഫ് ഞാൻ റെഡിയാണ്. സെൻഡ് ഓഫ് തയ്യാറല്ല. ഈ നമ്മൾ മുമ്പൊക്കെ എവിടെയും പോയിട്ട് ഈ മരണ ശുശ്രൂഷ പോകുമ്പോഴത്തേക്ക് എൻ്റെ 2 വാക്ക് പറയാൻ പറയും. ഞാൻ എന്നെ കൊണ്ടൊക്കത്തില്ല. ഞാൻ ഉയർപ്പിൻ്റെ കാര്യത്തിൽ ഞാൻ റെഡിയാണ്. എത്ര സിറ്റുവേഷൻ ആണെങ്കിലും ഉയർപ്പിക്കാനായിട്ട് പ്രാർത്ഥിക്കാൻ ഞാൻ റെഡിയാണ്. പക്ഷേ അതുപോലെ പറയാൻ ഒരാളിനെ ഇങ്ങനെ യാത്ര അയക്കുന്നതിന് റെഡിയില്ല. ഞാൻ എങ്ങനെ പിടിച്ചു നിൽക്കും. അതുകൊണ്ട് ഇപ്പോഴും താൽക്കാലിക ഒരു യാത്ര ഇപ്പോൾ പോലെ പെർമനൻ്റ് വേണ്ടല്ല. ആമേൻ. ഓക്കെ. ഞാൻ നിൽക്കുമ്പോൾ ഒരു വാക്ക് ഇങ്ങനെ, യേശുക്രിസ്തു മുഖാന്തരം ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഞാനൊരു വചനം എടുക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു ഫിലിപ്പിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 4-ാം വാക്യം. ആമേൻ. ഞാനിന്ന് വചനം പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അവസാനം, എനിക്കൊന്നും ഇവിടെ പലർക്കും പ്രവീണിനെ കുറിച്ച് സംസാരിക്കാനുള്ളതുകൊണ്ട് ഞാൻ അവസാന സമയം എടുക്കാം. ഞാനിപ്പോൾ എടുക്കുന്നില്ല. എങ്കിലും ഞാനൊരു കാര്യം പറയുന്നത്, നിങ്ങളിൽ, ഞാൻ പൊതുവായിട്ട് പറയാൻ പോകുന്നത്, നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ ക്രിസ്തുവിൻ്റെ നാളോളം തികപ്പാൻ ശക്തി. ഞാൻ പ്രത്യേകിച്ച് പ്രവീണിനെ യാത്ര അയക്കുന്നതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്, ഈ നീണ്ട വർഷം ദൈവസഭയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചൊരു വ്യക്തി ആയതുകൊണ്ടാണ്. മറ്റൊരു സഭയിൽ വരുന്നുണ്ട്, ആരാധന സംബന്ധിക്കുന്നവർ പോകുന്നു, അതല്ല. പക്ഷെ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഈ നല്ല പ്രവൃത്തി എന്ന് പറയും. നമ്മളിപ്പോൾ ഈ ബൈബിളിനെ പഠിക്കുമ്പോൾ ഈ നിങ്ങളെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി, ഒരു വാക്യം വായിച്ചിട്ട് അങ്ങനെ കൊലോസ്യർ 1:12 ആ ഭാഗം ഇരിക്കുന്നത്, ഇരുട്ടിൻ്റെ അധികാരത്തെ വിടുവിച്ചിട്ട് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ ആരാധ്യയാക്കി വെച്ചിരിക്കുന്നു.
നമ്മുടെ ബൈബിൾ വഴി ഒരു കാര്യം പറയുന്നത്, ദൈവം ആദിയിൽ ആകാശവും അല്ലേ, ആകാശവും സ്വർഗങ്ങളെ സൃഷ്ടിച്ചു. ഭൂമി എങ്ങനെ ഇരുന്നു? ഭൂമി ഇരുട്ടായിരുന്നു, ആകാശം തരുന്നു, വെളിച്ചമായിരുന്നു. അപ്പം രണ്ട് ലോകമാണ്. ആമേൻ. ഒന്ന് ഇരുട്ട് നിറഞ്ഞ അല്ലെങ്കിൽ പിശാചിൻ്റെ ആധിപത്യമുള്ള രാജ്യവും മറ്റത് വെളിച്ചം ദൈവത്തിൻ്റെ രാജ്യമാണ്. നമ്മളിവിടെ വന്നല്ലെങ്കിൽ നമ്മൾ ഭൂമിയിൽ വന്ന് ഒത്തിരി പേര് ജോലി ചെയ്യുന്നുണ്ട്. പല പോലും നമ്മൾ ജോലി ചെയ്യുന്നത് ഇരുട്ടിൻ്റെ രാജ്യത്തിലാണ്. എന്നാൽ ഒരു വ്യക്തിക്ക് ആമേൻ വെളിച്ചത്തിൻ്റെ രാജ്യമുണ്ടല്ലോ. രണ്ട് രാജ്യം. ഒന്ന്, ഈ ഭൂമി പാഴും ശൂന്യമായി തീർന്നു, ഇരുട്ടിൽ അല്ലേ, അന്ധകാരം അതിനെ കവർ ചെയ്യുന്നു. അതേ സമയത്ത് സ്വർഗങ്ങളുണ്ടായിരുന്നു, അവിടെ വെളിച്ചമായിരുന്നു, ദൈവത്തിനല്ലേ. അപ്പം നമ്മൾ എവിടെ നിന്ന് വിടുവിച്ചേ? ഇരുട്ടിൻ്റെ അല്ലെങ്കിൽ പിശാചിൻ്റെ രാജ്യത്ത് നിന്ന് നമ്മളെ വിടുവിച്ചിട്ട് ദൈവത്തിൻ്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുക. നമ്മൾക്കിവിടെ വന്നിരിക്കുന്നത്, നമ്മളിപ്പോൾ ജോലി ചെയ്യുന്നതെല്ലാം ദൈവത്തിൻ്റെ രാജ്യത്തിലല്ല. പൊതുവേ നമ്മൾ വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിൽ ജോലി ചെയ്യാനാണ്. അത് ദൈവത്തിൻ്റെ രാജ്യം എന്ന് പറയാനൊക്കത്തില്ല. ആമേൻ. എന്നാൽ ഒരു മനുഷ്യന് ദൈവസഭയിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ രാജ്യത്തിൽ വെളിച്ചത്തിൻ്റെ ലോകത്ത് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്യുവാൻ ദൈവം നമുക്ക് ഒരു അവസരം ഒരുക്കി കഴിഞ്ഞാൽ രണ്ട് കരം നീട്ടി സ്വീകരിക്കുക. ഹല്ലേലൂയ. എന്നെ സംബന്ധിച്ച് പറയണേ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒന്നിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. പണ്ട് സംസാരിക്കാനോ മറ്റോട് ഇടപെടാനോ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ ഈ അറിവില്ലായ്മയുടെ കാലത്തും എനിക്കൊരകത്തൊരു ഭയങ്കര ദാഹം, എന്തെങ്കിലും ചെയ്യണം. ഞാൻ ഒമാൻ പെന്തക്കോസ്റ്റൽ അസംബ്ലിയിലായിരുന്നു. അവിടെ നമുക്ക് ഒന്നും ചെയ്യാൻ അനുവദിക്കത്തില്ല. അവിടെ എല്ലാം അന്ന് ഇന്നത്തെ പോലെ തന്നെ അന്നും ഈ ലീഡേഴ്സിന് മാത്രമേ തൊടാൻ അനുവദിക്കരുത്. അപ്പോൾ എനിക്ക് ആകെ കിട്ടുന്ന അവസരം എന്ന് പറയുന്നത് പായിടാനായിട്ടാണ്. പായിടാൻ കിട്ടുന്ന അവസരമല്ല, എനിക്ക് ആദ്യം ഈ സാഡ്രം അടിക്കാൻ വേണ്ടി അവിടുത്തെ പായിടാൻ, അല്ല ഒരു കാര്യം നമ്മൾ തൊടാൻ സമ്മതിക്കത്തില്ല. അവരങ്ങനെയാണ്. അപ്പം ഞാൻ പറഞ്ഞുകൊടുത്തിൻ്റെ സാരം, ഈ നീണ്ട വർഷമായിട്ട് പ്രവീൺ ദൈവസഭയുടെ ഏറ്റവും കാതലായൊരു ഭാഗമായിരുന്നു ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരുന്നത്. ഇതിനകത്ത് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നതിൻ്റെ അറിവ് ശരിയാണെങ്കിൽ, ചില വർഷങ്ങൾക്ക് മുമ്പ് ജോലിയുടെ അനുബന്ധിച്ചൊരു യാത്ര ഇങ്ങനെ ഡെസേർട്ടിലായിട്ട് എനിക്കൊന്ന് ഫഗൂദിൽ പോകുന്ന വഴിക്ക് വെച്ച് ഒരു ഭയങ്കരമായ അപകടം ഉണ്ടായിട്ട് കൈ, കാല്, ഷോൾഡർ ഓൾമോസ്റ്റ് മിക്ക അസ്ഥികളും ഒടിഞ്ഞു പോയി. കൊള്ള ഹോസ്പിറ്റൽ. ആരും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ മനുഷ്യൻ സാധാരണ രീതിയിൽ നടക്കുമെന്ന്. അവിടുത്തെ ആ കണ്ടീഷൻ കണ്ടു കഴിഞ്ഞാൽ മുഖം മാത്രം കാണാൻ, ബാക്കിയെല്ലാം ഇങ്ങനെ തുണികൊണ്ട് ചുറ്റിയ അവസ്ഥയിലായിരുന്നു. അവിടെ നിന്ന് ദൈവം വിടുവിച്ചതിന് ശേഷം ഞങ്ങളുടെ പല സമയങ്ങളിലും ഇവിടെ ചർച്ചിൽ വരുന്നതിന് മുമ്പ് ഇവിടെ എടുക്കാനുള്ള കോഫി എടുക്കണം, പിള്ളേരെ ഒരുക്കണം, അതിനൂടെ വരുന്ന വഴി പലരും എടുക്കണം. അതിൻ്റെ കൂട്ടത്തിലായിരിക്കും നമ്മുടെ ഈ സ്തോത്രവെച്ച പാത്രവും അത് വയ്ക്കുന്ന ഒരു സ്റ്റാൻഡ്. എന്നെ സംബന്ധിച്ച് ഈ ദൈവമെന്ന് പറയുന്നത് അടുത്തൂടെ പോലും ഇല്ല ലേറ്റ് ആവുന്നവരുടെ മുമ്പിൽ. ലേറ്റ് ആകണമെന്നില്ല. ഇപ്പോൾ മീറ്റിങ്ങിൻ്റെ സമയത്ത് അന്ന് റൂബിയിലുള്ള സമയത്ത് എനിക്കറിയാം, ഇവിടെ 8 മണിക്കായിരുന്നു. ആ സമയത്ത് ഇടയ്ക്ക് ഇതുകൊണ്ട് ഓടി വരുന്നതാണ്. കാരണം കാലം ഇപ്പോഴും ചെറിയ ഇതല്ലേ, നടക്കുമ്പോൾ ചെറിയ വ്യത്യാസമല്ലേ, ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാം. ഇതും കൊണ്ട് പൊക്കി എടുത്തുകൊണ്ട് ഞാൻ കാണാതെ ഓടുന്നൊരു ഓട്ടമുണ്ട്. അതാണ് ഏറ്റവും രസം. ഒരു ദിവസം ഞാൻ പറഞ്ഞു അതേ സ്പീഡിൽ കൊണ്ട് ഓടിക്കൊള്ളാൻ പറഞ്ഞായിരുന്നു. എനിക്ക് ഒട്ടും ഞാൻ കഠിന ഹൃദയനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് തോന്നിപ്പോവും ദൈവസഭയുടെ വിഷയത്തിനകത്ത് അങ്ങനെ ഞാൻ ഉണ്ടാക്കുന്നതല്ല, എനിക്കിങ്ങനെ ആയിപ്പോകുന്നതാണ്. ഒരു വിട്ടുവീഴ്ചയല്ല അതിൻ്റെ വിഷയത്തിനകത്ത്. അവിടെയൊക്കെ പറയുമ്പോഴെല്ലാം ഇവൻ ആ ഒരു സമയത്ത് ആളെ കൂട്ടിൽ കൂട്ടിലെടുക്കത്തുമില്ല. ഞാൻ ഒറ്റ വാക്കി പറഞ്ഞാൽ വിശ്വസ്തനായിരുന്നു. ഒറ്റ വാക്കിൽ ദൈവസഭയിലും ദൈവ മക്കളോടുള്ള ബന്ധത്തിലും ഇന്ന് വരെ ടിൽ ഡേറ്റ് ഇന്ന് വരെ പ്രവീൺ അങ്ങനെ പറഞ്ഞു, പ്രവീൺ ഇങ്ങനെ ചെയ്തു, പ്രവീണിൻ്റെ ഇടപെടൽ എനിക്ക് താല്പര്യമില്ല എന്ന് ഒരു വ്യക്തി പോലും ഈ സെക്കൻഡ് വരെ എന്നോട് ആരും പറഞ്ഞിട്ടില്ല. ഞാൻ ദൈവസന്നിധിയിൽ സാക്ഷ്യമായിട്ട് തന്നെ പറയാണ്, ഒരു വ്യക്തി പോലും പറയാൻ കഴിയാതെ വണ്ണം ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ പറഞ്ഞു, ഇത്രയും
ആമേൻ. ശരീരത്തിലെ അവയവങ്ങൾ ഒടിഞ്ഞ് തകർന്നു പോയതിന് ശേഷവും ദൈവവേലയിൽ ഒരു മടുപ്പും കാണാതെ ഏത് സമയവും കൂടെ നിൽക്കാനും മനുഷ്യരുടെ മുമ്പിലും ദൈവസഭയിലും വിശ്വസ്തനായിരുന്നു എന്നുള്ളതിനകത്ത് ഞാൻ വിളിച്ചു പറഞ്ഞ ഈ വാക്ക് റെക്കോർഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. വേറെ ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്ന് പറയാമല്ലോ, മാസ്റ്റർ പറഞ്ഞത് ശരിയല്ല, കാരണം ഞാൻ എനിക്ക് ഉണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ കേട്ടിട്ടില്ല. ആമേൻ. ഒരുപക്ഷെ നിങ്ങൾ പറയും എൻ്റെ റിലേറ്റീവായിട്ടാണെന്ന്. അത് അങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കുന്ന തെറ്റില്ല, പക്ഷേ യാഥാർത്ഥ്യം സത്യം തന്നെയാണ്. നേരത്തെ അനീഷ് പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിൻ്റെ അമ്മായിയപ്പനായിരുന്നു ഈ ചർച്ചിൻ്റെ ഒരു ബാക്ക് ബോൺ എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ അല്ലേ സിമി? എല്ലാവർക്കും ശരിക്കും വാമണ്ണനോട് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയും നല്ലായിരുന്നു കാര്യം. അതുപോലെ വളരെ ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ, ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങളിൽ പോയി ഇടപെടുന്നൊരു വിഷയമുണ്ടായിരുന്നു. അതിൽ ആ രീതിയിലല്ലെങ്കിലും വേറെ രീതിയിൽ ദൈവസഭയ്ക്ക് ഒരു ഭയങ്കര ബലമായിരുന്നു. എനിക്ക് ഈ സമയത്ത് ആകെ നിങ്ങളോട് ഓർപ്പിക്കാനുണ്ടായിരുന്ന വിഷയം, ഇപ്പോൾ ഇത് പ്രവീണുള്ള കാര്യം ഞാൻ പിന്നത്തേൽ പറയാം. ഞാൻ ഇപ്പോൾ പറയാനുള്ള പൊതുസഭയുടെ നിങ്ങളുടെ മുമ്പിൽ ഒരവസരം കിട്ടിയാൽ, ആമേൻ, രണ്ട് രാജ്യം. ഏത് രാജ്യം? ഒന്ന് ഇരുട്ടിൻ്റെ അധികാരത്തിൻ്റെ രാജ്യം, മറ്റത് ദൈവത്തിൻ്റെ വെളിച്ചത്തിൻ്റെ രാജ്യം. ദൈവരാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ ഒരവസരം ലഭിച്ചു. ഞാൻ അഭിമാനത്തോടെ പറയാം, ഒത്തിരി നീണ്ട വർഷം ഭാഗികമായിട്ടെങ്കിലും ഞാൻ ജനിച്ചു വളർന്ന കുടുംബം എന്ന് പറഞ്ഞാൽ വലിയ സമ്പന്ന കുടുംബം അല്ലാത്തത് കൊണ്ട് ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. ഇതുവരെയും ജോലി ചെയ്ത് അതേ സമയത്ത് തന്നെ എൻ്റെ കഴിവിൻ്റെ മാക്സിമം ഞാൻ ഓടുന്നുണ്ടായിരുന്നു. അതെൻ്റെ അഭിമാനമാണ്. ഹല്ലേലൂയ. എന്നെ അറിയപ്പെടുന്നത് പൊതുവേ ഇത്രയും വർഷം കൊണ്ട് ജോലി ചെയ്യുന്ന വ്യക്തിയായിട്ടല്ല, ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് ഒരു പാസ്റ്ററായിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേണുദാസ് എന്ന് നമ്മുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് ടാബർനാക്കിൾ ചർച്ചിൻ്റെ പാസ്റ്റർ എന്നാണ് കാണിക്കുന്നത്. എന്നെക്കുറിച്ചുള്ള ഞാൻ വർഷാപ്പ് ജോലി ചെയ്യുന്ന കാര്യമില്ല പറയുന്നത്, ഞാൻ പ്രസംഗിക്കുന്നതാണ്. ഞാൻ മനസ്സിലാവുന്നുണ്ടോ? അത് എന്നെ സംബന്ധിച്ച് എനിക്ക് അഭിമാനിക്കാനുണ്ടോയെന്ന് വെച്ചാൽ ഉറപ്പായിട്ടുമുണ്ട്. ഏത് വിഷയത്തിൽ? ആമേൻ. എനിക്ക് പറയാനുണ്ട്, ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കാൻ എത്രത്തോളം ഭംഗിയായെന്ന് എനിക്ക് പറയാനൊക്കത്തില്ല, പക്ഷേ എൻ്റെ പരിമിതി അനുസരിച്ചിട്ട് ഞാൻ നിന്നിട്ടുണ്ട്. ഞാൻ ഇന്ന് പറയാൻ നിങ്ങൾ ആഹ്വാനം ചെയ്യുക. ഇനി ഞാൻ സംസാരിച്ചെടുത്തു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. ഞാൻ തുറന്നുള്ള സമയങ്ങൾ നിങ്ങളെല്ലാവരെയും ആർക്ക് വേണമെങ്കിലും എഴുന്നേറ്റിട്ട് പ്രവീണിനെ കുറിച്ച് ഒരു അഭിപ്രായം പറയാനുള്ളത് നല്ലതായിരിക്കും. ഇത് സംഭവിക്കുന്നത് ദൈവനാമത്തിന് വേണ്ടിയിട്ടാണ്. ആമേൻ. നിങ്ങളാൽ ദൈവത്തിന് സ്തോത്രം വരുവാൻ, പ്രവീൺ നിമിത്തം ദൈവത്തിന് സ്തോത്രം വരുവാൻ കാരണമായി തീർന്ന ഔദാര്യമൊക്കെയും കാണിക്കേണ്ടതിന് ദൈവം പ്രവീണിനെ സകലത്തിലും സമ്പന്നനാക്കും. നാളെ നമ്മൾ കുടുംബജീവിതത്തിൽ അവർ സമ്പന്നരാ. എങ്ങനെയാണ്? അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം. ആരോഗ്യത്തിൽ അവർ സമ്പന്നരാ, ആത്മീയത്തിൽ അവർ സമ്പന്നരാ, മറ്റുള്ള ഇടപെടലുകളിൽ അവർ സമ്പന്നരാണ്. ആമേൻ. അതേ സാമ്പത്തിക വിഷയത്തിലും അവർ സമ്പന്നരാണ്. ആമേൻ. കർത്താവ് ഈ സമയം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങ് തരാൻ പോവാം. നിങ്ങളൊരു അനുഗ്രഹ വിഷയമായിരിക്കും. ആമേൻ. തുറന്നുള്ള സമയം അനീഷ, ഞാൻ അവസാനം വചനം സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. പ്രാരംഭമായി പ്രിയ റോയിയങ്ങൾ മുന്നോട്ട് കടന്നു വരും. അതുപോലെ ആർക്കെങ്കിലും ഞാൻ ഓൾറെഡി ആൾക്കാർക്ക് പറയാനുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ, എസ്പെഷ്യലി സ്റ്റെഫി നാട്ടിൽ പോകുന്നു, വേഗം പറഞ്ഞിട്ട് പോകണമെങ്കിൽ ഒരു വാക്ക് പറഞ്ഞിട്ട് പോകാം. ആമേൻ. സമയം നമ്മുടെ മുമ്പിൽ അധികമില്ല. വേഗത്തിൽ കാര്യം, നമുക്ക് 10 മണിയോടുകൂടി ഈ മീറ്റിംഗ് അവസാനിപ്പിക്കണം. ശേഷം 10:30 മുമ്പായി ഇവിടെ നിന്ന് പുറത്ത് പോകണം. അല്ലെ, ഗേറ്റ് ക്ലോസ് ചെയ്യും. 10:30, 10:45. കുഴപ്പമില്ല, പെർമിഷൻ എടുത്തു. ഓക്കെ, ഫൈൻ. അപ്പോൾ ആമേൻ. തുടർന്ന് റോയങ്ങൾ മുമ്പോട്ട് കടന്നു വന്ന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രവീണിനോടുള്ള യാത്രയപ്പ് അല്ലെങ്കിൽ സെൻഡ് ഓഫ് എന്നൊക്കെ എങ്ങനെ പറയണമെന്നറിയില്ല. ഞാനൊരു 2-3
വർഷത്തോളമായി ഈ സഭയിൽ വരുവാനും അന്ന് മുതൽ പ്രവീൺ ബ്രദറിനെ പരിചയപ്പെടുവാനും ജീവിതത്തിൽ ഇടയായി തീർന്നു. തന്നിൽ കൂടെ കണ്ട അനേക ഗുണങ്ങൾ എൻ്റെ ജീവിതത്തിൽ അക്സെപ്റ്റ് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു അവസരം തന്നതുകൊണ്ട് നമ്മൾ പറയുന്നത്, എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ അതെല്ലായ്പ്പോഴും ഉണ്ട്. നമ്മളെപ്പോഴും നമ്മൾ ഓരോ വ്യക്തിയെ നമ്മൾ കാണുമ്പോൾ അതിന് നല്ല അംശം തിരഞ്ഞെടുക്കണം എന്ന് പറയുന്നത് പോലെ, നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളണം എന്ന് പറയുന്നത് പോലെ, പലപ്പോഴും പ്രവീൺ ബ്രദറിനെ പറ്റി ഞാൻ ചിന്തിക്കുമ്പോൾ ഈ സഭയ്ക്ക് വേണ്ടി അനേകരെ കൂട്ടിക്കൊണ്ടുവരുവാനും വളരെ ശുഷ്കാന്തിയോടെ സഭയുടെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നുവെന്ന് കാണുവാനുമായിട്ടാണ് എനിക്കിടയായി തീർന്നത്. ഞാൻ ഒരാത്മീക കണ്ണോടെ നോക്കുമ്പോൾ ഞാൻ കണ്ട കാര്യങ്ങളാണ്. ഞാൻ സൗദിയിലായിരുന്ന സമയത്ത് ഞാൻ ഈ പ്രവീൺ ബ്രദറിൻ്റെ ചെയ്തതുപോലുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യുവാനായിട്ട് ഞാനായിരുന്ന സഭയ്ക്ക് ഒക്കെ ചെയ്യുവാനായിട്ട് എനിക്കിടയായിട്ടുണ്ട്. അപ്പം പ്രവീൺ ബ്രദർ കാണിക്കുന്ന ആ മനോഭാവം, സഭയോടും തൻ്റെ ആത്മീക വിഷയങ്ങളോടും ഒക്കെ കാണിക്കുന്ന ആ ഇടപെടലുകൾ, ആ മനോഭാവമെല്ലാം സത്യത്തിൽ ഈ സഭയ്ക്ക്, നമ്മുടെ സഭാ കുടുംബങ്ങൾക്കൊക്കെ അനുഗ്രഹമായി തീർന്നു എന്നുള്ളത് ഇന്ന് അനേകർക്ക് അനേകർക്ക് പറയുവാനായിട്ടുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ മാതൃകയെ നമുക്കും പിന്തുടരാം. പ്രത്യേകിച്ച് ഈ ചെറിയവരിൽ ഒരുത്തനെ നിങ്ങൾ ചെയ്തതൊക്കെ നിങ്ങൾ എനിക്കായി ചെയ്തു എന്ന് തിരുവചനത്തിൽ പറയുന്നത് പോലെ, ഇന്ന് ഈ സഭയ്ക്കും ദൈവമക്കൾക്കും ഞാൻ വിശ്വസിക്കുന്ന ഒരാളെ ആരാധനയ്ക്ക് തൻ്റെ വാഹനത്തിൽ കയറ്റി കൊണ്ടുവന്നെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ദൈവം കരുണയുള്ള ദൈവമാണ്. അത് മഹാദൈവയോടെ ഓർത്ത് തക്ക സമയത്ത് തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്യും. ഈ ചെറിയവരിൽ ഒരുത്തൻ ഒരു തണ്ണീർ ജലം നിങ്ങൾ കുടിപ്പാൻ കൊടുത്തെങ്കിൽ അതിന് ദൈവം പ്രതിഫലം നൽകുന്നുവെങ്കിൽ യഥാർത്ഥമായി പ്രവീണിൻ്റെ ജീവിതത്തിൽ വലിയൊരു നന്മയുണ്ടാകും. പലപ്പോഴും നമ്മളത് നമ്മുടെ ആത്മീക കണ്ണോടുകൂടെ നമ്മൾ കാണുന്നെങ്കിൽ നമുക്ക് അത് വിവേചിച്ചറിയുവാനായിട്ട് നമുക്ക് ഇടയായിത്തീരും. മാനുഷികമായ കണ്ണോട് നോക്കുമ്പം അതിൽ പല യാഥാർത്ഥ്യങ്ങളുണ്ടാകും, പല ചിന്തകളുണ്ടാകും, പല കാര്യങ്ങളുണ്ടാകും. എന്നാൽ നാം ആത്മീക കണ്ണോടെ ആ ദൈവിക ദർശനത്തോടെ നോക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, അത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിയ അത്ഭുതങ്ങൾ കാണുവാനായിട്ട് ഇടയായിത്തീരും. പ്രവീൺ ബ്രദറിൻ്റെ ആ ജീവിത സാഹചര്യങ്ങൾ, താൻ ഈ സഭയ്ക്ക് വേണ്ടി ചെയ്തതൊക്കെ നമുക്ക് മാതൃകയാക്കുവാനായിട്ട് സാധിക്കും. അതൊക്കെ ഞാൻ പറയുന്നു, അത് ഒരു ദൈവിക നന്മയാണ്, ഒരു കൃപാവരമാണ്. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ, ഒരു പായിടാൻ അവസരം കിട്ടിയെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡ്രം കൊട്ടാൻ ഒരു സാഹചര്യം ദൈവം തന്നെങ്കിൽ, അതെല്ലാം ദൈവിക പദ്ധതിയാണ്. അതിനെല്ലാം യഥാർത്ഥമായിട്ട് ഒരു അനുഗ്രഹമുണ്ട് എന്ന് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. നമ്മളൊന്നിനെപ്പറ്റിയും വിചാരപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ നാളുകളെ അറിയുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. നമ്മൾ ഏറിയ കുരുകിലിനേക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവരാണെന്നാണ് പറയുന്നില്ലേ. അപ്പോൾ നമ്മൾ വിചാരപ്പെടാതെ നമ്മൾ വിശേഷതയുള്ളവരായി തീരുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇടയായിത്തീരണം. നമ്മളൊന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ വന്നൊരു ദേവദാസൻ പറഞ്ഞതുപോലെ ഇതൊരു റീപ്ലേ ആണല്ലേ. 2000 വർഷങ്ങൾക്ക് മുമ്പ്, പ്രൈസ് ദി ലോർഡ്, നമുക്ക് കർത്താവ് തന്ന ഒരു ജയമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ഓരോ നമ്മളെ ഈ ലോകത്തിലാക്കി വെച്ചിരിക്കുന്നു എന്നുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയുവാനായിട്ട് ഇടയായിത്തീരണം. യഥാർത്ഥമായി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് എൻ്റെ ദൈവം എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചത് ദൈവിക പദ്ധതികളുടെ നിറവേറലിന് വേണ്ടിയാണ്? ഹല്ലേലൂയ. ദൈവം നമ്മളെ കണ്ട്, ഹല്ലേലൂയ, ഈ ലോകത്തിലേക്ക് അയച്ചെങ്കിൽ ആ ദൈവിക പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ കൂടെ നിറവേറാനാണ്. നമ്മൾ കൂടെ അനേകർ യേശുവിനെ അറിയുവാനായിട്ടാണ്. നമ്മളിൽ കൂടെ നമ്മുടെ സഭ അനുഗ്രഹിക്കപ്പെടേണ്ടതാണ്. നമ്മളിൽ കൂടെ അനേകർ ദൈവത്തെ കാണുവാനായിട്ട് ഇടയായിത്തീരണം. പലപ്പോഴും നമ്മൾക്ക് മറ്റുള്ളവരെ പറ്റി, കർത്താവിനെ പറ്റി പറയുവാനായിട്ടൊരു സാഹചര്യം കിട്ടിയെന്ന് വരില്ല. എന്നാൽ നമ്മുടെ ജീവിത രീതികൾ, നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ നോട്ടങ്ങൾ, പ്രത്യേകിച്ച് അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ വന്ന് ഒരാളോടൊരു വാക്ക് പറഞ്ഞൊരു ആശ്വസിപ്പിക്കുന്ന ഈ മനോഭാവമൊക്കെ ഞാൻ പ്രവീൺ ബ്രദറിൽ കണ്ടിട്ടുണ്ട്. ഞാനിവിടെ വന്ന് പാസ്റ്റർ പറഞ്ഞ് ഇവിടെ മുമ്പിൽ ഇരിക്കണം എന്ന് പറഞ്ഞപ്പം അനീഷ് ബ്രദറിന് വെള്ളം കൊണ്ടുവരും. എന്നിട്ട് എന്നോട് പറയും, എടുത്ത് കുടിച്ചോണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ആ ഒരു വാക്കിനും ഞാൻ പറഞ്ഞത് വില കൽപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. തൻ്റെ വാക്കുകൾ
എന്നെ അത് സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം നമ്മുടെ ഓരോ വാക്കുകളും മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുന്നതാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ നാളുകളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നമ്മൾ വിചാരപ്പെടേണ്ട കാര്യമില്ല. ഏറിയ കുരുകിലിനേക്കാൾ നമ്മൾ വിശേഷതയുള്ളവരാണ്. ഒരു കുരുകിനെ ദൈവം എത്ര കരുതുമെങ്കിൽ നമ്മളെപ്പറ്റി ദൈവത്തിന് എന്ത് വിചാരമുണ്ട്, ഇല്ലേ? കർത്താവിൽ ആശ്രയിച്ച് മുന്നേറുവാൻ സ്വർഗത്തിലെ ദൈവം പ്രിയപ്പെട്ടവനെ സഹായിക്കട്ടെ. തുടർന്ന് നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കും. പ്രവീൺ ബ്രദർ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ റൂബി കെയർ സെല്ലിലേക്ക് കടന്നു വന്നത്. അന്ന് മുതൽ ആ കെയർ സെല്ലിൽ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ പ്രവീൺ ബ്രദറിനെ നിരന്തരം ഓർത്ത് പ്രാർത്ഥിപ്പാനായിട്ട് ഇടയായിട്ടുണ്ട്. കർത്താവ് തന്നെ അനുഗ്രഹിക്കട്ടെ. സഭയുടെ പ്രാർത്ഥനയും കർത്താവിൻ്റെ സഹോദരനോട് ഉണ്ടായിരിക്കുമെന്ന് ഞാൻ അറിയിച്ചു കൊള്ളുന്നു. സ്തോത്രം. താങ്ക് യു അങ്കിൾ. തുടർന്ന് സുനീഷ് ബ്രദർ ഒരു വാക്ക് മുമ്പോട്ട് കടന്നു വന്ന് സംസാരിക്കാം. അതോടൊപ്പം സിമി, യെസ് കം. പ്രൈസ് ലോർഡ്. പ്രവീൺ ബ്രദറുമായിട്ട് എനിക്ക് 2022 22 മുതലുള്ള പരിചയമേ ഉള്ളൂ. അതിന് മുമ്പ് അറിയാം. ചർച്ചിൽ വന്നുള്ള പരിചയം 22 മുതലാണ്. എനിക്കൊരു ഒറ്റൊരു വേർഡ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു പ്രാർത്ഥന മാത്രം ഫോർ ഹിസ് ലൈഫ്. അല്പത്തിൽ വിശ്വസ്തനായിരിക്കുന്നതിന് ദൈവം അധികത്തെ വിചാരണയാകും. കഴിഞ്ഞ ദിവസം നാളെ ബ്രദറിൻ്റെ സെൻഡ് ഓഫ് എന്ന് കണ്ടു. പിന്നെ ഇന്നെന്ന് കണ്ടപ്പം ഇന്നെന്നാ വന്ന് ചർച്ചിൽ വരാമെന്ന് വിചാരിച്ചപ്പം പരിശുദ്ധാത്മ പറഞ്ഞ ഈ ഒരൊറ്റൊരു വാക്യ, അല്പത്തിൽ വിശ്വസ്തനായിരിക്കുന്നതിന് ദൈവം അധികത്തെ വിചാരണയാക്കും. ഒരു വാക്ക്, കർത്താവേ, ഞങ്ങൾ സഭയായിട്ട് അങ്ങനെ സന്നിലേക്ക് കൂടി വന്നിരിക്കുന്നു. കർത്താവേ, നിൻ്റെ മകൻ്റെ ജീവിതത്തിലെ നല്ല പ്രവൃത്തികളെ അങ്ങ് കണ്ടിരിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ലോർഡ്, യു ഓണർ ഹിം, ഗ്രാൻഡ് ഓൾ ദ ഡിസയേഴ്സ് ഓഫ് ഹിസ് ഹാർട്ട്. പോക്കും വരവും അനുഗ്രഹിക്കപ്പെടുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. കർത്താവെ, ഒന്നിനും മുട്ടില്ലാതെ വണ്ണം പ്ലെൻറ്റിഫുള്ളായിട്ടുള്ള ബ്ലെസ്സിങ്സ് നിൻ്റെ മകൻ്റെ ജീവിതത്തിൽ വരുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, വഴികളെ അങ്ങ് തുറക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഹല്ലേലൂയ. ക്ലിയർ പിക്ചർ പരിശുദ്ധാത്മാവ് നിൻ്റെ മകന് നൽകുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. എല്ലാത്തിൻ്റെ മേലും ക്ലാരിറ്റി അങ്ങ് നൽകുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സഭയ്ക്ക് തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവരാജ്യത്തിന് തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഹല്ലേലൂയ. വചനം പോലെ കർത്താവെ, നിൻ്റെ മകൻ ഈ ദിവസങ്ങളിൽ അധികത്തിൽ വിചാരകനാകുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അപ്രകാരം സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിലതെ. താങ്ക് യു. നോക്കിയേ, നമ്മുടെ ഉള്ളിൽ ദൈവം പരിശുദ്ധാത്മാവ് തരുന്ന ഒരു വാക്ക്, ഒരു പ്രാർത്ഥന, പ്രിയ പ്രവീൺ ബ്രദർ, ആ കുടുംബത്തിന് അത് അനുഗ്രഹമാണ്. കാരണം വചനം ജീവനാണ്. നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം അതിൻ്റെ പ്രവൃത്തി ചെയ്തേ മടങ്ങും. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. ആമേൻ. വേഗത്തിൽ സ്റ്റെഫി, ഷോൺ, വേഗത്തിൽ ഒരു വാക്ക് വന്ന് പറയാം. അതുപോലെ പ്രിയ റേച്ചായൻ, അതുപോലെ ഡോക്ടർമാൻ, അവരെല്ലാം ജോലിയുടെ തിരക്കുകൊണ്ടാണ് അവർ വരും. റേച്ചായന് കടന്നു വരാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. കാര്യം അവിടെ ഷോപ്പിൽ നിൽക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ്. ഞാൻ വിളിച്ച എല്ലാവരും വളരെ സന്തോഷത്തോടെ ഇന്ന് കടന്നു വരാനിടയായി. എങ്കിലും ആമേൻ, സ്തോത്രം. ദൈവം തന്ന സമയത്ത് വേഗത്തിൽ സംസാരിക്കും. പ്രൈസ് ഗോഡ്. ഒരു ചിരിയില്ല, ചിരിയുണ്ട്. ഓക്കെ, ഇപ്പം സെൻഡ് ഓഫ് ആയതുകൊണ്ട് മാത്രം രണ്ട് വാക്ക് നല്ലത് പറയാമല്ലേ? അല്ല, അങ്ങനെയല്ല. പ്രവീണനെ വെച്ച് ഓർക്കുമ്പം എനിക്ക് മനസ്സിൽ വരുന്ന ഒരു രണ്ട് കാര്യമുണ്ടല്ലോ. ഒന്ന്, ഫസ്റ്റ് കാര്യം, നമ്മുടെ കോവിഡ് സമയത്ത് നമ്മുടെ എല്ലാ മീറ്റിങ്സ് എല്ലാം ഓൺലൈൻ ആയപ്പോഴത്തേക്കും ഇവർ ഫാമിലി ആയിരുന്നു. എൻ്റെ ഓർമ്മ വെച്ചാൽ എല്ലാ മീറ്റിങ്സിലും കൃത്യസമയത്ത് വീഡിയോ ഓൺ ചെയ്ത് പങ്കെടുത്ത ഒറ്റ ഫാമിലി അങ്ങനെ പറയാം. കാരണം ബാക്കി എല്ലാവരും വരും, മിക്കവരും വീഡിയോ ഓഫ് ആയിരിക്കും. പക്ഷേ ഇവർ എന്തൊക്കെയായാലും അത്രയ്ക്ക് അഭിഷായി പ്രശ്നം ഉണ്ടാക്കിയാൽ മാത്രം വീഡിയോ ഓഫ് ആവാറുള്ളൂ. അതല്ലെങ്കിൽ മാക്സിമം വീഡിയോ ഓൺ ആയിരിക്കും. അങ്ങനെ ആത്മാർത്ഥമായിട്ട്, മുമ്പ് പറഞ്ഞ പോലെ ദൈവസഭയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് നിന്ന ഒരു മേഖലയാണിത്. സാധാരണ എല്ലാ കാര്യം ഈ ഓൺലൈൻ മീറ്റിംഗ് സമയം എല്ലാവരും മടിക്കും. പക്ഷേ അവർ ആ ഏരിയ, എനിക്ക് ഓർമ്മ എന്താ പറയുക, ആ ഏരിയ വൃത്തിയാക്കി നല്ല കേട്ടന് കിട്ടും, നല്ല സെറ്റപ്പ്, ഒരു ചുമന്ന മെറൂൺ കളറിലുള്ളൊരു സോഫയും കേട്ടനും സെറ്റാക്കി, അത് ദൈവസന്നിധിയിൽ കാണിക്കുന്നത് ഒരു കമ്മിറ്റ്മെൻറ്റാണ്, ആ ഡെഡിക്കേഷനാണ്. സോ അതൊരു കാര്യം. രണ്ടാമത്തത്, നമ്മുടെ ലീഡർഷിപ്പിൻ്റെ ഭാഗമാണല്ലോ. പലപ്പോഴും ലീഡർഷിപ്പിനകത്ത് നമ്മൾ വാക്ക് തർക്കം ഉണ്ടാവാറുണ്ട്.
കാര്യങ്ങളിൽ അവിടെയൊക്കെ കാര്യം ശാന്തമാക്കാനായിട്ടുള്ള ഒരാളാണ് പ്രവീണണ്ണൻ. ബാക്കി എല്ലാവരും തമ്മിൽ സംസാരിക്കുമ്പോഴത്തേക്കും വിഷയം സോൾവ് ആവണമെന്നില്ല, ശാന്തമാക്കാൻ ഇത്ര സൗണ്ട് വേണ്ട. അത് ഈ രണ്ട് നല്ല കാര്യങ്ങൾ ഇപ്പം പറയാൻ ആഗ്രഹിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. പ്രവീണണ്ണൻ എല്ലാവരും നമുക്കിപ്പോൾ ഡൗട്ടാണ് തിരിച്ചു വരുമോ ഇല്ലയോ. പ്രവീണണ്ണൻ ഡൗട്ട് ഉണ്ടോ അറിയില്ല. എന്തായാലും നമ്മുടെ ആഗ്രഹം എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം. ഒറ്റയ്ക്കല്ല, കുടുംബമായിട്ട് തന്നെ തിരിച്ചു വരണം. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ദൈവത്തിൻ്റെ ഹിതം നടക്കട്ടെ, ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വിൽ നടക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ആൻഡ് യുവർ ഫാമിലി. Amen. Praise the Lord. Hallelujah. Thank you, Sean. ജോബിന് എത്തുന്നേ ഉള്ളൂ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ വിജേഷ് ബാർ മുമ്പോട്ട് കടന്നു വന്ന് ഒരു വാക്കിൽ. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയ എൻ്റെ സഹ കൂട്ടുകാരൻ, കൊളീഗ്, ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഒരു റൈറ്റ് ഹാൻഡ് ആയിരുന്നു പ്രവീൺ പേർ. ഞാനിവിടുന്ന് പോയ സമയത്ത് ഞാനിത് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ വളരെ വിശ്വസ്തയോടെ ഏറ്റെടുക്കുകയും പിന്നെ ആ കാര്യങ്ങളെല്ലാം വളരെ ഉത്തരവാദിത്തോടെ ചെയ്യുകയും തിരിച്ചു വന്നപ്പോഴും ഞാൻ ചെയ്തതിനേക്കാളും നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് കാണുവാൻ ഇടയായി തീർന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പോകുന്ന എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ഇതാണ്, കാരണം എൻ്റെ ഉത്തരവാദിത്തം കൂടുകയാണ്. ഞാൻ ഇതുവരെ ഇങ്ങനെ മറഞ്ഞു നിന്ന് ഇങ്ങനെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ നിൽക്കുമായിരുന്നു. പക്ഷേ ഇനിയിപ്പം കുറേ കൂടി ഉത്തരവാദിത്തം കൂടും. അത് മാത്രമല്ല, നമ്മുടെ അസൈബ കെയർസെല്ലിൻ്റെ ഒരു റൈറ്റ് ഹാൻഡ് എന്ന് പറയുന്ന എല്ലാത്തിലും കാര്യങ്ങൾ ഞങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. വചനങ്ങളൊക്കെ പാസ്റ്റ് പറയുന്ന ഓരോ വചനങ്ങളും അത് മൊബൈലിൽ ഇങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എങ്ങനെ ചെയ്യുന്നത്. കാരണം ഓരോ വചനം കൃത്യമായിട്ടത് ഗ്രൂപ്പിലിടുന്നുണ്ട്. എല്ലാ കെയർസെൽ മീറ്റിംഗ് ഇട്ടാൽ അപ്പോൾ പെട്ടെന്ന് പ്രവീൺ അടുത്ത മെസ്സേജ് ഈ കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ച കംപ്ലീറ്റ് വചനവും ഗ്രൂപ്പിൽ വന്നിരിക്കും. അതെങ്ങനെ ഇത്ര കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് എനിക്ക് തന്നെ അതിശയം തോന്നിയിട്ടുണ്ട്. അത്ര നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിവ് കൊടുത്തിട്ടുള്ളൊരു ദൈവദാസനാണ്. പോകുന്നത് സഭയ്ക്കൊരു നഷ്ടമാണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ട് കണ്ടിട്ടുള്ളൊരു സൗമ്യതയുടെ ഒരു ആത്മാവ് പ്രവീണിൻ്റെ കൂടെയുണ്ട്. എപ്പോഴും ചിരിച്ചുകൊണ്ടേ ഇപ്പോൾ സംസാരിക്കാറുള്ളൂ. ഞാൻ ഇന്ന് വരെ കണ്ട നാൾ മുതൽ ഇന്ന് വരെയും ആ ചിരിക്ക് ഒരു വ്യത്യാസം വന്നിട്ടില്ല. അങ്ങനെ തന്നെയാണ് എല്ലായ്പ്പോഴും നിലനിൽക്കുന്നത്. എല്ലാവരോടും അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എല്ലാ കാര്യത്തിലും തൻ്റേതായ കാഴ്ചപ്പാടുണ്ടാകും, തൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാകും. അത് മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുകയോ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലോ ഒന്നും അല്ലാതെ വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് എല്ലാ കാര്യങ്ങളെയും കൈകാര്യം ചെയ്യാനുള്ളൊരു പക്വതയും കഴിവും ദൈവം ആ വിഷയം കൊടുത്തിട്ടുണ്ട്. അവിടെ തീർച്ചയായിട്ടും ഇനിയും ദൈവത്തിൻ്റെ ഹിതം ജീവിതത്തിൽ വെളിപ്പെടുവാനും കർത്താവിൻ്റെ ആത്മാവ് ഗേടിയെന്ന പോലെ കാര്യങ്ങൾ ചെയ്യാനും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മളെല്ലാം തിരിച്ചു വരണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദൈവം അതിനുള്ള മുഖാന്തരങ്ങൾ ഒരുക്കട്ടെ. എല്ലാ നന്മകളാലും ദൈവം നിറയ്ക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. താങ്ക് യു വിജേഷ് ബ്രദർ. ഡോക്ടർ വെള്ളം കുടിക്കുന്നുള്ളത് കഴിഞ്ഞിട്ട് പറയാം. ആമേൻ. സ്തോത്രം. കൈ ഉയർത്തിയ പ്രിയ സിസ്റ്റർ വേഗത്തിൽ ഫാസ്റ്റായിട്ട്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഈ സമയം സെൻറ്റോഫിൻ്റെ ഭാഗമായിട്ടല്ല പ്രവീൺ ചേട്ടനോട് പറയുന്നത്. പ്രവീൺ ചേട്ടനെ കുറിച്ച് ഒരു വാക്ക് ദൈവസഭയോടും എല്ലാവരോടും പറയാനായിട്ട് കിട്ടിയ അവസരത്തെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കാരണം പ്രവീൺ ചേട്ടനെ കണ്ട സമയം മുതൽ 2016 മുതലൊരു ഫാമിലിയായിട്ട് ഇവിടെ ഉണ്ട്. ആ സമയം മുതൽ പാസ്റ്റർ പറയുന്ന ഒരു വാക്കിന് പോലും ഒരു മാറ്റമില്ല. അത് ആണുങ്ങൾക്കായിക്കോട്ടെ പെണ്ണുങ്ങൾക്കായിക്കോട്ടെ പ്രവീൺ ചേട്ടനെ കുറിച്ച് ഒരു വാക്ക് പോലും നെഗറ്റീവ് പറയാൻ ഉണ്ടാകത്തില്ല. ഞാൻ വിഷയം പറയും, കണ്ട നാളുടെ പ്രവീൺ ചേട്ടാന്ന് തന്നെയാണ് വിളിക്കുന്നത്. തിരിച്ച് ഞങ്ങളെ അങ്ങനെ തന്നെയാണ് കാണുന്നത്. കുടുംബമായിട്ട് ദൈവസഭയ്ക്ക് അവരൊരു അസറ്റായിരുന്നു. ഇനി അവർ കുറച്ച് സമയം മാത്രം നാട്ടിലായിരിക്കും. ആ നാട്ടിലായിരിക്കുന്ന അവിടെയും അവരങ്ങനെ തന്നെ ആയിരിക്കും. നിൻ്റെ ഹൃദയത്തിൽ നല്ല ആഗ്രഹത്തെ ചെയ്തു തരാമെന്ന് പറഞ്ഞ ദൈവം ഇങ്ങോട്ട് തന്നെ വരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ പ്രവീൺ ചേട്ടനും ആഗ്രഹിക്കണം. കുടുംബമായിട്ട് ഇങ്ങോട്ട് വരണം, വീണ്ടും ഉത്തരവാദിത്വം അങ്ങനെ തന്നെ വഹിക്കണം. ചെയ്തിരുന്നിടത്തെല്ലാം വിശ്വസ്തനായിരുന്നു. പോകുന്നിടത്തും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. കുടുംബമായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തുടർന്ന് പ്രിയ ഡോക്ടർമാരുടെ മുമ്പോട്ട് കടന്നു. പ്രൈസ് ഗോഡ്. ഒരു സെൻഡ് ഓഫ് ആയിട്ടോ പറയാൻ അങ്ങനൊരു നിയോഗമില്ല. എന്നാൽ നമ്മുടെ ആഗ്രഹങ്ങളെ മാനിക്കുന്നൊരു ദൈവത്തെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. പ്രവീൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം എന്തെന്ന് നമ്മൾ അറിയുന്നതിലേറെ കർത്താവിനെ നന്നായിട്ട് അറിയാം. കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും തരുന്ന സാഹചര്യങ്ങളെല്ലാം നമുക്ക് നന്മയ്ക്കായിട്ട് തന്നെയാണ്.
ഇപ്പം കർത്താവ് ഒരു അവധി ചിലപ്പോൾ മനസ്സിൽ കണ്ടു കാണും, കുടുംബത്തെ ഇങ്ങനെ വിടണമെന്നും കണ്ടു കാണും. പക്ഷേ അതിനപ്പുറത്തോട്ടെല്ലാം നമ്മുടെ കർത്താവ് പ്രൊമോഷൻ്റെ കർത്താവാണ് എല്ലാ മേഖലയിലും എല്ലായ്പ്പോഴും. ഒരു പക്ഷേ നമ്മുടെ ചെറിയ മനസ്സിനകത്ത് അയ്യോ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടു സഹോദരൻ, ഒരു നല്ല കുടുംബം, ഒരു നല്ല സാക്ഷ്യം, എന്തേ നാട്ടിലോട്ട് ഇത്ര പെട്ടെന്ന് പോകേണ്ടി വരുന്നത്? അവർക്കത് തൃപ്തികരമാണോ? അവർ സ്വീകരിച്ചാണോ അങ്ങനെ നാട്ടിലേക്ക് മടങ്ങുന്നതെന്ന് പോലും തോന്നിയേക്കാം. ഞാൻ ഇവിടെ പറയുന്ന ഓരോ നല്ല വാക്ക് ശ്രവിക്കുകയുണ്ടായി. ഉറപ്പായിട്ടും നമ്മളെല്ലാവരും നല്ലവരാ, പക്ഷെ അതിലേറെ വലുതാണ് നമ്മുടെ കർത്താവ്. കർത്താവ് ഏറ്റവും ഭംഗിയായി തന്നെ കണ്ടിട്ടുണ്ട്. ഇനി ഒരു പക്ഷേ പ്രവീൺ ഇവിടെ നടത്തിക്കൊണ്ടിരുന്ന സഭയ്ക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷകൾ, പാസ്റ്ററേയും മറ്റുള്ളവർ എല്ലാവരെയും ഉൾക്കൊണ്ട് കൈത്താങ്ങിക്കൊണ്ടിരുന്നത് എല്ലാം കർത്താവ് ഭംഗിയായി എഴുതി വരച്ചിട്ടിട്ടുണ്ട്. നാളെ അത് വേറൊരു മണ്ണിൽ വേറൊരു രാജ്യത്ത് കർത്താവിന് പ്രയോജനപ്പെടണം എന്നുണ്ടെങ്കിൽ അതും അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മുടെ കർത്താവ് നല്ലതിനു വേണ്ടി മാത്രം ചെയ്യും. തിരിച്ച് ഇവിടെ കൂടി വരുവാണെങ്കിൽ സുപരിചിതമായ ഒരു മുഖം, സുപരിചിതമായ ഒരു വ്യക്തി, വീണ്ടും കൂടിച്ചേരുന്നൊരു സന്തോഷവും ആഹ്ലാദവും സ്വീകരണവും നമ്മൾ തരും. പക്ഷെ അതിനപ്പുറം ഞാൻ എപ്പോഴും പറയും, ഈ അവസ്ഥകളെ മുഴുവൻ അറിയുന്നൊരു ദൈവത്തെയാണ് സ്തുതിക്കുന്നത്. ബാക്കി സമയം ഇനി ഓരോരുത്തരും നല്ല സാക്ഷ്യം പറയും, നമുക്കത് ശ്രവിക്കാം. താങ്ക് യു. തലമുറ തലമുറയായി കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിനാഴം ആർക്കു വർണ്ണിച്ചിടാ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹം എന്തുള്ളൂ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹമെന്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ ജോബിനെത്തിയോ? സൺഡേ സ്കൂളിനെ പ്രതികരിച്ച് പ്രിയ ജോബിനെയും പ്രതികരിച്ച് പ്രിയ സിമി മുമ്പോട്ട് കടന്നു വന്ന്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ഇച്ചിരി സന്തോഷമാകാം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആക്ച്വലി സൺഡേ സ്കൂളിനെ റെപ്രസെൻ്റ് ചെയ്തല്ല വന്നേക്കുന്നത്. ഞാൻ വിമൻ ഓഫ് പ്രെയറിനെ റെപ്രസെൻ്റ് ചെയ്താണ് വന്നിരിക്കുന്നത്. എല്ലാവരും പ്രവീണാച്ചാച്ചനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ ഞങ്ങളുടെ പാവം രജിത ചേച്ചിയെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റത്തില്ല. രജിത ചേച്ചിക്ക് ഞങ്ങൾ ഓൾറെഡി ഒരു ഗിഫ്റ്റൊക്കെ കൊടുത്താണ് വിട്ടത്. എങ്കിലും ഞാനൊരു 2 മിനിറ്റ് രജിത ചേച്ചി ഞങ്ങളോട് കൂടെ ആയിരുന്നപ്പോൾ ചെയ്ത ഓരോ കാര്യങ്ങളും ഓർക്കുകയാണ്. ഏതൊരു കാര്യം പറഞ്ഞാലും വളരെ സന്തോഷത്തോടെ ആക്റ്റീവായിട്ട് മുന്നിൽ നിന്ന് തന്നെ ചെയ്യാൻ നല്ല മനസ്സ് കാണിച്ച ഒരു വ്യക്തിയായിരുന്നു രചിത ചേച്ചി. ഞങ്ങളുടെ വിമൻ ഓഫ് പ്രെയറിന് ചേച്ചി ഇവിടെ ഇല്ലാത്തത് ഒരു വലിയ നഷ്ടം തന്നെയാണ്. എങ്കിലും എല്ലാ മീറ്റിങ്ങുകളും അറ്റൻഡ് ചെയ്യുകയും എല്ലാത്തിലും വളരെയധികം സഹകരിക്കുകയും ചെയ്ത ചേച്ചിയെ കുറിച്ച് പറയുമ്പോൾ മുമ്പേ അനീഷ ചാച്ചനൊക്കെ പറഞ്ഞതുപോലെ രചിത ചേച്ചിയെ പരിചയപ്പെടുന്നതിനേക്കാളിലും മുന്നേ ഞാൻ എൻ്റെ ബാല്യത്തിൽ കണ്ടൊരു നല്ലൊരു കുടുംബമുണ്ട്. അത് വാമനങ്ങളും രമണിയാൻ്റിയുമുണ്ട്. ആ കുടുംബത്തിൽ നിന്ന് പഠിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അവർ ദൈവസഭയ്ക്ക് വേണ്ടി ചെയ്ത ഒരുപാട് കാര്യങ്ങൾ, വളരെ രാവിലെ വെളുപ്പിന് എഴുന്നേറ്റിരുന്നുള്ള വാമനങ്ങളുടെ പ്രാർത്ഥനകൾ, അത് സഭയിലുള്ള എല്ലാ കുടുംബങ്ങളെയും വഹിച്ചുള്ള പ്രാർത്ഥന, അതൊക്കെ ആയിരുന്നു സഭയുടെ വളർച്ചയുടെ ആദ്യ കാലഘട്ടങ്ങളെന്ന് പറയുന്നത്. ആ
മാതാപിതാക്കളുടെ മക്കൾ ഇന്ന് ഇത്രയും ചെയ്യുമ്പോൾ അത് ദൈവത്തിൻ്റെ ഒരു നീതിയാണ്, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇതിലും അധികം ചെയ്യണം, അവർ ചെയ്തതിലും അധികം. കാരണം ഓൾറെഡി ദൈവം നമ്മുടെ ഉള്ളിലൊരു സ്പാർക്ക് ഇട്ടിട്ടുണ്ട്. അതിനെ ഇനിയും കത്തിക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങൾ കുടുംബമായി ഇപ്പോൾ ചെയ്യുന്നതിലും അധികമായി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണം. പ്രത്യേകം ഞാൻ ഐലിഷിനെയും അഭിഷായിയെയും ഓർക്കുന്നു. കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ സ്ക്രിപ്ചർ ക്ലാസ്സിന് വളരെ അനുഗ്രഹമായിരുന്നു. സത്യം പറഞ്ഞ അച്ചാച്ചൻ അവരെക്കുറിച്ച് എന്തൊക്കെയോ പറയാൻ വേണ്ടി തയ്യാറായാണ് വരുന്നതെന്ന് വിശ്വസിക്കുന്നു. കുഞ്ഞുങ്ങൾ വളരെ അനുഗ്രഹം. അവരുടെ കുഞ്ഞുനാൾ തൊട്ടേ സൺഡേ സ്കൂളിൻ്റെ എല്ലാ പാർട്ടിലും അവരുണ്ട്. ആക്റ്റീവായിട്ട് അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കുഞ്ഞുങ്ങളാണ്. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. അവരെവിടെയായിരുന്നാലും ദൈവത്തിന് വേണ്ടി നിലനിൽക്കുവാൻ കർത്താവ് അവരെ സഹായിക്കട്ടെ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ, ഞാൻ പുതിയത് ഒന്ന് ചെയ്യും. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഈ പുതിയത് ഏറ്റവും അനുഗ്രഹമായി തന്നെ തീരട്ടെ. ഇന്ന് വരെ ഉള്ളതല്ല. നമ്മുടെ മുൻപിൽ നമ്മൾ പലതും കാണുമ്പോൾ നമുക്കറിയത്തില്ല എന്താണ് ഇതിൻ്റെ ഒരു പിന്നത്തേതിൽ എന്താണെന്ന്. പക്ഷേ കർത്താവ് സകലതും അറിയുന്നു. ദൈവം പുതിയതായി ചെയ്യുന്നത് എല്ലാത്തിനും ആ ഒരു പുതുമയുണ്ടാകും, ആ ഒരു ഫ്രഷ്നെസ് ഉണ്ടാകും, അതിൽ നന്മയുണ്ടാകും. അത് നിങ്ങളുടെ കുടുംബത്തിന് അത് നന്മയായി തന്നെ ഇരിക്കട്ടെ. പ്രവീണ ചാച്ചനെയും രജിത ചേച്ചിയെയും ഐലിഷിനെയും അഭിഷായിയെയും ഞങ്ങൾ ഈ സമയം ഓർക്കുന്നു. ദൈവം നിങ്ങളെ കുടുംബമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സകല വഴികളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ജോബിൻ നേരെ പോരെ, സമയമില്ലാത്തതുകൊണ്ട് വേഗത്തിൽ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രിയ പ്രവീണ ചാച്ചൻ, മസ്കറ്റിൽ നിന്ന് പോകുന്നത് സഭയ്ക്ക് ഒരു വലിയ നഷ്ടമായിട്ടാണ് സഭ കണക്കിടുന്നത്. പക്ഷേ സ്ക്രിപ്ചർ ക്ലാസ്സിനെ സംബന്ധിച്ച് പ്രിയ അച്ചാച്ചൻ നാട്ടിലോട്ട് പോകുന്നത് ഇരട്ടി നഷ്ടമായിട്ടാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. ഒന്ന്, പ്രവീണ അച്ചാച്ചൻ പോകുന്നതൊരു വിഷമമായിരിക്കുമ്പോൾ തന്നെ ചില മാസങ്ങൾക്ക് മുന്നേ ചേച്ചിയും കുഞ്ഞുങ്ങളും നാട്ടിൽ പോയത്, അത് സ്ക്രിപ്ചർ ക്ലാസ് വലിയ ഒരു നഷ്ടമായിട്ട് തന്നെയാണ് കണക്കിടുന്നത്. സ്ക്രിപ്ചർ ക്ലാസ് ഞാൻ ജോയിൻ ചെയ്തപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം പഠിപ്പിച്ച ഒരു പാട്ടുണ്ട്, മേരാ യേശു. ആ കുഞ്ഞുങ്ങൾക്കെല്ലാം അറിയാവുന്ന പാട്ടാണ്. ആ പാട്ട് ഞാൻ അന്ന് പഠിപ്പിക്കുമ്പോൾ അഭിഷായ് വളരെ ചെറിയൊരു പ്രായമാണ്. ഒരു ദിവസം രാത്രിയാണെന്ന് തോന്നുന്നത്, പ്രവീൺ അച്ചാച്ചൻ എനിക്കൊരു വീഡിയോ ഇട്ടു. ഇദ്ദേഹം വീടിൻ്റെ ഏതോ ഒരു മൂലയ്ക്ക് നിന്ന് തന്നെ ആ പാട്ട് പാടി ആക്ഷൻ സോങ് കളിക്കുന്ന ഒരു വീഡിയോ പ്രവീൺ അച്ചാച്ചൻ ഒളിഞ്ഞ് നിന്ന് വീഡിയോ എടുത്ത് എനിക്ക് അയച്ചു തന്നു. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. സ്ക്രിപ്ചർ ക്ലാസ്സിൽ വരുമ്പോൾ മാത്രമല്ല, സ്ക്രിപ്ചർ ക്ലാസ്സിൽ പഠിക്കുന്നത് അവർ വീട്ടിലോട്ട് കൊണ്ടുപോകുന്ന ഒരു കുഞ്ഞുങ്ങളായിരുന്നു. അതുപോലെ ചേച്ചിയുടെ കാര്യത്തിലാണെങ്കിലും നമ്മളോട് ഞങ്ങളുടെ കുടുംബത്തോടുള്ള ബന്ധത്തിലാണെങ്കിലും പ്രിയ പ്രവീണ അച്ചാച്ചൻ ഫാമിലി ഞങ്ങൾ ഏറ്റവും അധികം സ്നേഹിക്കുകയും ഞങ്ങളുടെ ബുദ്ധിമുട്ടിൻ്റെ പല അവസ്ഥകളിലും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളോട് ഇരുന്ന സമയങ്ങൾ ഓർത്ത് ഞാൻ ഈ സമയം ദൈവസന്നിധിയിൽ നന്ദി പറയുന്നു. പറയുവാൻ ഇനിയും വാക്കുകളില്ല. എല്ലാവരും ഇവിടെ പ്രവീണ ചാച്ചനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആവർത്തിച്ച് പറഞ്ഞൊരു പദമുണ്ട്, പ്രിയ കർത്തദാസനും പറഞ്ഞൊരു പദമുണ്ട്, വിശ്വസ്തനായിരുന്നു. തീർച്ചയായിട്ടും വചനപ്രകാരം തന്നെ ഞാൻ ഈ രാത്രികാലം എൻ്റെ പ്രാർത്ഥനയും ആശംസയും അറിയിക്കുന്നു. അല്പത്തിൽ വിശ്വസ്തനായിരിക്കുന്നവനെ അധികാരത്തിൽ വിചാരകനാക്കുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെയെങ്കിൽ ഇനി മുൻപോട്ടുള്ള ചുവടുകളിൽ ഇന്ന് വരെ ഉള്ളതിനേക്കാൾ അധികമായി ദൈവനാമത്തിനും ദൈവരാജ്യത്തിനും വേണ്ടി പ്രയോജനപ്പെടുന്ന മേഖലകൾ കർത്താവ് നിശ്ചയമായിട്ടും പ്രിയ ദാസന് വേണ്ടി തുറന്നു തരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്ക്രിപ്ചർ ക്ലാസ്സിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങളുടെ ഫുൾ ടീം പ്രിയ അച്ചാച്ചനെയും ചേച്ചിയെയും കുഞ്ഞുങ്ങളെയും ദൈവം അധികമായി ധാരാളമായി അനുഗ്രഹിക്കുന്നത് ഞങ്ങൾ വരും നാളുകളിൽ ഞങ്ങളുടെ കണ്ണുകൊണ്ട് കാണുകയും കാതുകൊണ്ട് കേൾക്കുകയും ചെയ്യുമെന്ന് വിശ്വസിച്ച് ദൈവസന്നിധിയിൽ കൈകൾ ഉയർത്തി സ്തോത്രം പറഞ്ഞ് ഞങ്ങളുടെ സകലവിധമാകുന്ന പ്രാർത്ഥനകളും ബെസ്റ്റ് വിഷസും ഇനിയും മുൻപോട്ടുള്ള യാത്രയിൽ, ആത്മീകവും ഭൗതികമായ യാത്രയിൽ ഞങ്ങൾ അറിയിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രിയ പാസ്റ്ററങ്ങളോട് ഞാനൊരു റിക്വസ്റ്റ് ചെയ്യുന്നു. ഞാനൊരു ആസ് എ ടോക്കൺ ഓഫ് ലവ് ഫ്രം സ്ക്രിപ്ചർ ക്ലാസ് ഒരു ചെറിയ 2 സമ്മാനം ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. സഭ അച്ചാച്ചന് വേണ്ടിയുള്ള ടോക്കൺ ഓഫ് ലവ് തന്നു.
പ്രിയ പാസ്റ്റങ്ങൾ കൊടുക്കുന്നതായിരിക്കും ഞങ്ങൾക്ക് ഇച്ചിരി കൂടെ ഒന്ന് സന്തോഷം. പ്രവീൺ പേർ മുമ്പോട്ട് വന്നാട്ടെ. ആമേൻ. യാ, സൺഡേ സ്കൂളിൻ്റെ പ്രതികരിച്ച് പ്രിയ ജോബിൻ കൈകളെ തട്ടി കർത്താവിന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തുടർന്ന് പ്രിയ സുജിത് ബ്രദർ വേഗത്തിന് മുമ്പോട്ട് വന്ന് ഒരു വാക്കിൽ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഇന്ന് എല്ലാവരും പ്രവീൺ ബ്രദറിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ ഞാൻ നിൽക്കുന്നത് നിങ്ങളുടെ ഫ്യൂച്ചർ എന്താകുമെന്ന് പറയാൻ വേണ്ടിയാണ്. ഒരുപക്ഷെ നിങ്ങൾക്കൊരു കൺഫ്യൂഷനോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത തീരുമാനങ്ങൾ ശരിയാണോ അല്ലയോ എന്നുള്ള ഒരു ഡൗട്ട് ചില ദിവസങ്ങളുണ്ടാവും. പക്ഷേ ദൈവം നിങ്ങളെ ഉയർത്തുവാനായിട്ടുള്ള ഒരു റൈറ്റായിട്ടുള്ള ടേണിംഗ് പോയിന്റിലാണ് നിങ്ങൾ നിൽക്കുന്നത്, നിങ്ങൾ ആസ് എ ഫാമിലി. അപ്പോഴേ കറക്റ്റായിട്ടുള്ള ഒരു ടേണിംഗ് പോയിന്റില്ല, ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഒമാനിൽ തന്നെ തിരിച്ചു വരാനായിട്ട് നിർബന്ധം പിടിക്കരുത്. ഹിയർ ദ വോയിസ് ഓഫ് ഗാഡ്. നിങ്ങളുടെ ഗ്രീൻ പാസ്റ്റേഴ്സ്, നിങ്ങളുടെ മേച്ചിൽ പുറം ശരിയായിട്ടുള്ളത് ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തും. ഓക്കെ, ഞങ്ങളുടെ എല്ലാവരുടെയും സഭയുടെ ഒരുമിച്ചുള്ള പ്രാർത്ഥന നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അറ്റ് എനി ടൈം യു ക്യാൻ കോണ്ടാക്ട് അസ്. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇല്ലാത്തടത്ത് പോകരുത്. ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് മുമ്പേ പുറപ്പെടണം. ഒരു ദൈവാത്മാവിൻ്റെ ശബ്ദം കേട്ട് നീങ്ങുന്നത് പോലെ നിങ്ങൾ ഈ ദിവസങ്ങളിൽ ആ ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കും. അത് ഞാൻ ജസ്റ്റ് പറയുന്നതല്ല, നിങ്ങൾ ഇത്രയും നാൾ ഈ സഭയോട് കാണിച്ച വിശ്വസ്തതയ്ക്ക് ദൈവം ചെയ്യുന്ന നിങ്ങളുടെ അടുത്തുള്ള നീതിയാണ്. അത് നിങ്ങൾ കുടുംബമായിട്ട് നിങ്ങൾ കാണും, നിങ്ങൾ അനുഭവിക്കും. റൈറ്റായിട്ടുള്ള ഒരു പാസ്ചറിലേക്ക്, ഒരു തക്കതായ മേച്ചിൽപ്പുറത്തിലേക്ക് ദൈവം നിങ്ങളെ റീലൊക്കേറ്റ് ചെയ്യും. ഗോഡ് ബ്ലസ് യു. താങ്ക് യു ബ്രദർ സുജിത്. തുടർന്ന് പ്രിയ മീഡിയയുടെ ഭാഗത്തുനിന്ന് ടിനു മുമ്പോട്ട് വരും. അതിനുശേഷം പ്രവീൺ ബറിന് ഒരു വാക്ക് സാക്ഷ്യം പറയാനുള്ള അവസരമുണ്ട്. ഇനി ആർക്കെങ്കിലും ഒരു വാക്ക് സംസാരിക്കണം? എൻ്റെ ഭാര്യ പറയുന്നു ഒരു വാക്ക് സംസാരിക്കണം. ഓക്കെ, അതിന് സമയം തരാം. ഓക്കെ, വേഗത്തിൽ. എനിവൺ? ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. ആക്ച്വലി ഞാനല്ല അവിടെ നിൽക്കേണ്ട, കെവിനോട് ഇല്ലാത്തതുകൊണ്ട് മീഡിയനെ റെപ്രസെൻ്റ് ചെയ്ത് നിൽക്കുവാണ്. ആക്ച്വലി എനിക്ക് ഇവിടെ എല്ലാവരും പറഞ്ഞതിനകത്ത് മെയിനായിട്ടൊരു കാര്യമുണ്ട്. ഒരു കുടുംബത്തോടെ ദൈവത്തിൻ്റെ കാര്യം ചെയ്തു, അല്ല ചർച്ചിൻ്റെ ദൈവനാമത്തിൽ ചർച്ചിന് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്തു. തീർച്ചയായിട്ടും അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ആ ഓപ്പർച്യൂണിറ്റി അവർ ചൂസ് ചെയ്തു. അത് ചെയ്തതിൽ എന്താ പറയുക, ദൈവം മാനിക്കാതെ വിടത്തില്ല. ദൈവത്തിന് വേറൊരു ഓപ്ഷനില്ല. കാരണം അതിന് വലിയൊരു ടെസ്റ്റ് മണിയാണ് ഇന്ന് ഞാൻ മസ്കറ്റിൽ നിൽക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ദൈവത്തിന് ചെയ്തുകൊണ്ട് മാത്രം, എൻ്റെ ബുദ്ധിക്കോ ജ്ഞാനത്തിനോ എഡ്യൂക്കേഷനൊക്കെ ഉപരിയായിട്ട് ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടാണ്. കാരണം അതിനകത്ത് ഏറ്റവും വലിയൊരു ഇതെന്ന് പറയുന്നത്, എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് പെർമിഷൻ ഉണ്ടായിരുന്നു ഏത് സമയത്ത് ചർച്ചിൽ പോകാനും ചർച്ചിൻ്റെ ഏത് കാര്യങ്ങൾക്കും ഇന്ന് വരെ അവരൊരു തടസ്സം പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഒരു കുടുംബമായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു സപ്പോർട്ടാണ്. കാരണം അങ്ങനെ നിന്നാൽ മാത്രമേ ഉള്ളൂ ഒരാൾക്ക് മുമ്പോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതും എനിക്കിപ്പോൾ പറയാൻ കഴിയും. അതുകൊണ്ട് ദൈവം ഒരിക്കലും മാനിക്കാതെ വിടത്തില്ല. ദൈവം ആ കാര്യങ്ങൾ അതിൻ്റേതായ രീതിയിൽ ചെയ്യും. അപ്പോൾ ഇവിടുന്ന് പോകുന്നത് ഇപ്പം സുധീരണം പറഞ്ഞതുപോലെ ആക്ച്വലി ദൈവം അടുത്തൊരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ, അടുത്തൊരു കാര്യത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും ദൈവം അതിൻ്റെ ഗൈഡൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ മുമ്പോട്ടത് ഓൺ പ്രോസസ്സിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആമേൻ. സ്തോത്രം. പ്രിയ നീതു മുമ്പോട്ട് വന്നാണ്. പ്രൈസ് ദി ലോർഡ്. നല്ല സമയത്തിനായി സ്തോത്രം. പ്രത്യേകിച്ച് പ്രവീൺ ബദനെ, രജിതയും കുഞ്ഞുങ്ങളെ ഓർക്കുമ്പം
എനിക്ക് പ്രവീൺ ബ്രദറുടെ കാര്യത്തിൽ ഞങ്ങൾ എന്തൊരു കാര്യം ചെന്ന് സമീപിച്ച് പറഞ്ഞാലും വിശ്വസ്തനായിരുന്നു. എന്തൊരു കാര്യം ഞങ്ങൾക്ക് ഏത് കാര്യത്തിനാണെങ്കിലും ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പ്രവീൺ ബ്രദറിനെ ഞങ്ങൾക്ക് സമീപിക്കാൻ കഴിയുമായിരുന്നു. അത് വിശ്വസ്തയോടെ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. വുമൺ ഓഫ് പ്രെയറിൻ്റെ ഓരോ കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് വളരെ സഹായമായിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ ഈ സമയം രജിതയെ ഞങ്ങൾക്ക് സിമി പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഓർക്കാതിരിക്കാൻ കഴിയത്തില്ല. ഏത് കാര്യം ഞാൻ രജിതയോട് പറഞ്ഞാലും രജിത അപ്പോൾ തന്നെ അതിന് ഓക്കെ പറയുമായിരുന്നു. പ്രത്യേകിച്ച് ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒരിക്കലും ഒരു മടി രജിത എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അതുകൂടാതെ എനിക്ക് പ്രാർത്ഥനയുടെ കാര്യത്തിൽ എനിക്ക് ഒത്തിരി സഹായമായിരുന്നു രജിത. എനിക്ക് എല്ലാ ദിവസവും എൻ്റെ മോർണിംഗ് പ്രെയറിൽ ഓൺ ടൈമിൽ എൻ്റെ കൂടെ എനിക്ക് പ്രാർത്ഥിക്കാൻ രജിത ഉണ്ടായിരുന്നു. നിങ്ങൾ കുടുംബമായി നിങ്ങൾ ദൈവനാമത്തിന് വേണ്ടി നിന്നതിന് ചെയ്തതിന് ദൈവം നിങ്ങളെ സമൃദ്ധിയായി നിങ്ങളെ തലമുറയായി ദൈവം അനുഗ്രഹിക്കാതെ ഒരിക്കലും വിടത്തില്ല. അത് കർത്താവിന് അങ്ങനെ ചെയ്യാതിരിക്കാൻ കഴിയത്തില്ല. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ പറയുന്ന സകല ദൈവിക അനുഗ്രഹങ്ങളും നിങ്ങളുടെ മേൽ ഞങ്ങൾ പകർന്നു. നിങ്ങളുടെ മാവ് കുഴക്കുന്ന തൊട്ടിയും നിങ്ങളുടെ എല്ലാ മേഖലയിലും ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിച്ച് തലമുറയായി ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കും. പ്രത്യേകിച്ച് നിങ്ങളുടെ മേൽ ഒത്തിരി പ്രാർത്ഥന കിടപ്പുണ്ട്. അത് നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി നിങ്ങളും മുട്ടുമേൽ നിന്ന് ഈ പ്രാർത്ഥിക്കുന്നതിന് ദൈവം വിശ്വസ്തയോടെ നിങ്ങളെ എല്ലാ മേഖലയ്ക്കകത്തും ദൈവം അനുഗ്രഹിക്കും. നിങ്ങളോടുള്ള സകല ദൈവിക വാഗ്ദത്തങ്ങളുടെ മേലും മുറുകെ പിടിച്ച് ഈ നാളുകളിൽ ശക്തിയോടെ നിങ്ങൾ പ്രാർത്ഥിക്കണം. നാം ഈ ദിവസങ്ങളിൽ നമുക്ക് സുജിത്ത് പറഞ്ഞതുപോലെ എവിടെയാണോ ദൈവം അയക്കുന്നത് ആ ഇടത്ത് പോകുവാൻ സമർപ്പിച്ച് വിശ്വസ്തയോടെ കർത്താവിൻ്റെ നിൽക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കും. സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ യഹോവയിൽ നിന്നെ രസിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് നൽകും. നിന്റെ വഴി യഹോവയെ പരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. നമ്മുടെ കൈയെല്ലാം ഒന്ന് അടിച്ച് പ്രിയ പ്രവീൺ ബ്രദർ മുമ്പോട്ട് ക്ഷണിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കേട്ട എല്ലാ നല്ല വാക്കുകൾക്കുമായി സ്തോത്രം. ശരിക്കും പറഞ്ഞാൽ ഞാൻ വന്നിട്ട് സഭയ്ക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തു എന്ന് ഓരോരുത്തരും പറയുന്നത് കേട്ട് കേൾക്കാൻ സന്തോഷമുള്ള കാര്യമാണ് പറഞ്ഞതെല്ലാം. പക്ഷെ ഞാൻ പറയാനുള്ളത് അത് ഞാനൊരു സഭയായി കണ്ട് ചെയ്തതല്ല, അത് ഓൾറെഡി എൻ്റെ ബിഹേവിയറാണ്, എൻ്റെ സ്വഭാവമാണ്. അത് ഇപ്പോൾ സഭയിൽ വന്നതുകൊണ്ട് ചെയ്തത് മാത്രമല്ല, ഇപ്പോൾ ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിലാണെങ്കിലും ഞാനിങ്ങനെയൊക്കെ തന്നെയാണ്. ആൾക്കാർ എന്തെങ്കിലും സപ്പോർട്ടോ സഹായമോ വേണമെങ്കിൽ അവർ ഒരു മടിയും കൂടെ എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട്, വേറെ ആരുടെ അടുത്തും പോകാൻ തന്നെ. അതുമാത്രമല്ല, ഞാനായിരിക്കുന്ന എല്ലാ മേഖലയിലും ഈ ഒരു സ്വഭാവം അതെൻ്റെ ഒരു ബിഹേവിയറാണ്. അത് ചിലപ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദറിൽ നിന്ന് കിട്ടിയതായിരിക്കാം. ഫാദറിൽ അത്രയും ഞാൻ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫാദറിൻ്റെ ബ്രദറിൽ ഞാനത് കണ്ടിട്ടുണ്ട്. ആ സെയിം എൻ്റെ ബിഹേവിയറൊക്കെ തന്നെയാണ്. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഗ്രാൻഡ് ഫാദർ ആയിരുന്നെങ്കിൽ എവിടെ എന്ത് വിഷയം ഉണ്ടെങ്കിലും പുള്ളിക്കാരൻ ഉണ്ടാവും. എന്തെങ്കിലും മരണമാണെങ്കിലും പുള്ളി പോവുക, അവിടെ പോയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുക, പന്തലിടാനോ അല്ലെങ്കിൽ ഇവൻ ഡെഡ് ബോഡിയെ കുളിപ്പിക്കാനോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇടപെടും. ഫാദറിൻ്റെ ബ്രദറും സെയിം സ്വഭാവമാണ്. എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാവും. കല്യാണത്തിനാണെങ്കിൽ തലേ ദിവസം പോവുക, കഴിയുക. അപ്പോൾ ആ ഒരു ബിഹേവിയർ എൻ്റെ സ്വഭാവത്തിലുള്ളതാണ്. അല്ല ഞാനൊരു സഭയിൽ വന്നിട്ട് സഭയ്ക്ക് വേണ്ടി ചെയ്യുക അങ്ങനെയൊന്നുമല്ല, അതൊരു ബിഹേവിയറായിട്ട് ഉള്ളതാണത്. അപ്പോൾ ദൈവത്തിന് മഹത്വം. ആ ഒരു സ്വഭാവം എന്നിൽ പകർന്നതിന് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. പിന്നെ പോകുന്ന കാര്യം ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് പോകുന്നത്, പ്രാക്ടിക്കലി നോക്കി തന്നെ. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു പ്ലാനാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കാരണം എൻ്റെ ജീവിതം എടുത്താൽ തന്നെയും എല്ലാം ദൈവത്തിൻ്റെ ഒരു പദ്ധതി പ്രകാരമാണ് നടന്നേക്കുന്നത്. ഇപ്പോൾ അങ്കിൾ പറഞ്ഞ പോലെ ആക്സിഡൻറ്റ്, ഇപ്പോൾ എൻ്റെ ഒരു വർക്ക് നേച്ചർ വെച്ചിട്ട് മസ്കറ്റിൽ വരാനുള്ള ഒരു ചാൻസും ഇല്ല. മസ്കറ്റിൻ്റെ സെൻസ് ഈ കോസ്റ്റൽ ഏരിയയിൽ ജോലി കിട്ടുക എന്ന് പറഞ്ഞത് വളരെ ടഫായിട്ടുള്ളൊരു കാര്യമായിരുന്നു. കാരണം ഞാനായിരിക്കുന്നത് ഓയിൽ ആൻഡ് ഗ്യാസാണ്. ഓയിൽ ആൻഡ് ഗ്യാസിൽ നടക്കുന്ന ഈ വർക്ക് നടക്കുന്നതെല്ലാം ഇൻറ്റീരിയർ മരുഭൂമി പ്രദേശത്താണ്. അപ്പോൾ ഇവിടെ ഒരു ജോലിക്കാണ് വരിക എന്നുള്ളത് അസാധ്യമായ ഒരു കാര്യമാണ്. പക്ഷേ ഞാൻ തുടങ്ങിയതെല്ലാം മരുഭൂമി തന്നെയായിരുന്നു. പക്ഷേ ആ ഒരു ആക്സിഡൻറ്റ് നടന്നു. ആ ഒരു ആക്സിഡൻറ്റിൻ്റെ മുഖാന്തരം മാത്രമാണ് എനിക്ക് മസ്കറ്റിലേക്ക് അവരൊരു ട്രാൻസ്ഫർ തരാനും ഇവിടെ ഇത്രത്തോളം ആയിരിക്കാൻ തന്നെ ദൈവം സഹായിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ കഴിവും നമ്മുടെ ആഗ്രഹങ്ങളോ മാത്രമല്ല, ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു പദ്ധതി പ്രകാരമാണ്. ഇത്ര വർഷം മസ്കറ്റിലായിരിക്കണം, അല്ലെങ്കിൽ കോസ്റ്റൽ ഏരിയ ആയിരിക്കണം എന്നുള്ളൊരു ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. അപ്പോൾ ഈ സമയം ആയപ്പോഴത്തേക്കും വേറെ സുജിത് ബ്രദർ പറഞ്ഞത് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു.
അത് ഏറ്റെടുക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു പദ്ധതി പ്രകാരം തന്നെ മുന്നോട്ട് പോകുവാൻ താല്പര്യപ്പെടുന്നു. ആഗ്രഹമുണ്ട് മസ്കറ്റിൽ തന്നെ ആയിരിക്കണമെന്നും ഈ സഭയിൽ തന്നെ ആയിരിക്കണമെന്നും. കാരണം അങ്കിള് പാസ്റ്റർ മാത്രമല്ല, ഞങ്ങളുടെ റിലേറ്റീവ്സുമാണ്. അപ്പോൾ എൻ്റെ ഈവൻ രജിതയുടെ ഫാദർ ആണെങ്കിൽ തന്നെയും പപ്പയുടെ ആഗ്രഹം ഈ സഭയിൽ തന്നെ നിൽക്കുക, സഭയ്ക്ക് പാസ്റ്ററിൻ്റെ കൂടെ തന്നെ ആയിരിക്കുക. ഇതൊക്കെ തന്നെയാണ്. ഇതെല്ലാം മാനുഷികമായ ഒരു സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ മാനുഷികമായ ഒരു കാര്യങ്ങൾ കൊണ്ട് ആയിരിക്കാം. പക്ഷേ അതിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ ആ വചനത്തിന്, പ്രത്യേകിച്ച് സുജിത് ബ്രദർ പറഞ്ഞ കാര്യത്തിന് ഞാൻ പൂർണ്ണമായി വില കൽപ്പിക്കുന്നു. അപ്പോൾ സഭയിൽ നിന്ന് പോകുന്നത് അല്ലെങ്കിൽ ഇത്ര നല്ലൊരു സഭ ഇത്രത്തോളം വർഷത്തോളം നമ്മൾ ഇടപെട്ടായിരിക്കുന്ന ഓരോ വ്യക്തിത്വങ്ങൾ അവരെല്ലാം വിട്ടു പോവുക എന്നുള്ളൊരു ദുഃഖകരമായ കാര്യമാണെങ്കിൽ തന്നെയും അതിനേക്കാൾ ഉപരിയായി ദൈവത്തിൻ്റെ ഒരു പദ്ധതി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു പ്ലാൻ മുഖാന്തരമാണ് ഇവിടെ നിന്ന് പോകുന്നതെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി ഇങ്ങനെ ഒരു മീറ്റിങ്ങിൽ എനിക്ക് വേണ്ടി അല്പസമയം മാറ്റിവെച്ചതിനായി നിങ്ങൾ ഓരോരുത്തരെയും ദൈവനാമത്തിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പാസ്റ്ററെ കുടുംബമായി കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എന്നെപ്പറ്റി പറഞ്ഞ അല്ലെങ്കിൽ കുടുംബത്തെ പറ്റി പറഞ്ഞ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ എല്ലാം നല്ലതായി തന്നെ ഞാൻ ഏറ്റെടുക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. തുടർന്നുള്ള നിമിഷം അല്പനിമിഷം പാസ്റ്റർ മുമ്പോട്ട് കടന്നു വന്ന് ആമേൻ, സ്തോത്രം. നേരത്തെ പറഞ്ഞ പോലെ 2014 മുതൽ പ്രിയ പ്രവീൺ ബേറെ അറിയാം. അതിനു മുമ്പ് പ്രിയ 2009 മുതൽ വാമനങ്ങൾ രജിത സിസ്റ്റർ അവരെ കുടുംബമായി അറിയാം. അവരുടെ എല്ലാം ദൈവം ഒരു സമയത്ത് കർത്താവ് അവർക്ക് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുന്ന അടുത്ത വഴികളിലേക്ക് പരിശുദ്ധാത്മാവരായിരിക്കട്ടെ. കുടുംബമായി അവരായിരിക്കുന്ന ഇടങ്ങളിൽ ഒറ്റയ്ക്കല്ല, ഒരുമിച്ച്. അവരോട് കഴിഞ്ഞ ദിവസങ്ങളിൽ നിക്സൺ സണ്ണി വന്നപ്പോഴും പറഞ്ഞ ആ വാക്തത്വം അവരുടെ ജീവിതത്തിൽ പൂർണ്ണമായി നിവർത്തീകരിക്കപ്പെടും. ആമേൻ. ദൈവം എവിടെയാക്കുന്നു അത് എല്ലാവരും പറഞ്ഞതുപോലെ ഇപ്പം നീതു അത് ചെറുതായിട്ട് സൂചിപ്പിച്ചു. വിജീഷ് ബേർ അവിടെ ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. കാര്യം വളരെ സൗമ്യനായി ഏത് ആവശ്യത്തിന് മുമ്പോട്ട് ചെന്നാലും നടത്തി കൊടുക്കുന്ന ഒരു 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 സൗമ്യനായ കണക്കപ്പിള്ള, അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞൊരു കണക്കപ്പിള്ളയായിരുന്നു. പക്ഷേ വിജീഷ് ബേർ അത്രമാത്രം സൗമ്യനല്ല എന്നാണ് പറഞ്ഞതിൻ്റെ ദൂത്. എനിവേ, കാര്യം എല്ലാവർക്കും ഞങ്ങൾക്ക് വലിയൊരു നഷ്ടം തന്നെയാണ് പ്രവീൺ ബേറുടെ അഭാവം പ്രത്യേകം. പക്ഷേ ദൈവത്തിനൊരു പദ്ധതി ഉള്ളതുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതത്തിന് ഞങ്ങൾ പൂർണ്ണമായി അവരെ കുടുംബമായി ഏൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെ സകല തലമുറയായി നമ്മുടെ സങ്കേതമായ നേരത്തെ ഞാൻ പാടിയതുപോലെ ആമേൻ പരിശുദ്ധാത്മാവ് ആമേൻ അവരുടെ പിതാക്കന്മാരോട് അരുളി ചെയ്ത വാക്തത്വങ്ങൾ അത് തലമുറകളിലേക്ക് കൈമാറും. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. ദൈവരാജ്യത്തിൽ അവർ ചെലവായി പോയതൊക്കെ ആമേൻ ഭാവിയിൽ ആമേൻ ആ ദൈവനാമ മഹത്വത്തിനായി തീരാൻ സ്വർഗം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. തുടർന്ന് പാസ്റ്റർ മുമ്പോട്ട് വരും. ആമേൻ. ഓരോരുത്തരും പറയുമ്പോഴും പ്രവീണിനെ കുറിച്ചുള്ള ഒരു ഭയങ്കര പ്രത്യാശയും ആഗ്രഹവും വെച്ചിട്ടാണ് പറഞ്ഞത്. ഈ എല്ലാ വാക്കുകളും അതുപോലെ പ്രവീണിന് വേണ്ടി പതികട്ടെ. പ്രാർത്ഥിക്കുമ്പോൾ പിതാവേ ഒരുമിച്ച് പ്രാർത്ഥിച്ച് എല്ലാ കാര്യങ്ങളും നേടിയ യേശു ക്രിസ്തുവിൻ്റെ നാമം ചൊല്ലി ഞങ്ങൾ ഒരുമിച്ചടന്ന് അനുഗ്രഹിക്കുന്നു. കർത്താവേ, അങ്ങ് എത്ര വിശ്വസ്തനാണ്. അങ്ങയുടെ കൃപയ്ക്കായി നന്ദി പച്ച. അങ്ങയുടെ എല്ലാ സ്നേഹത്തിനായി നന്ദി പറയുന്നു. കാൺമീൻ ആ ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയത്. പിതാവേ, അങ്ങനെ തന്നെ നാം ആകുന്നിരിക്കുന്ന പോലെ ഈ രാത്രി ലഭിച്ച നല്ല അവസരത്തെ നന്ദി പറയുന്നത്. പിതാവേ, നിങ്ങളുടെ കരുണയ്ക്കായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും പറയുകയാണ്, ശരിക്കും ജീവിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ മക്കളായിട്ട് തന്നെ ജീവിക്കണം. സേവിക്കുകയാണെങ്കിൽ ജീവനുള്ള ദൈവം തന്നെ സ്നേഹിക്കണം. ആമേൻ. അതുകൊണ്ടായി ഓരോ സാഹചര്യങ്ങളിലും അല്ലേ നമ്മൾ ഈ പറയുന്നതിനകത്ത് അല്പം പോലും ആരും സാറിന് പുകഴ്ത്തി പറയാറുണ്ട്. ഇവിടെ ആരും ഒരു വാക്ക് പോലും പുകഴ്ത്തി പറയാൻ തോന്നിക്കുന്നില്ല. പ്രവീൺ മാത്രം പ്രവീണിനെ കുറിച്ച് അല്പം താഴ്ത്തി പറഞ്ഞു. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ജനറ്റിക് സ്വഭാവമല്ല. കാരണം എല്ലാവർക്കും
എല്ലാം ചെയ്യാൻ കഴിവുണ്ട്, പക്ഷേ എല്ലാവരും സഭയിൽ ചെയ്യുന്നില്ല. അല്ലേ? എല്ലാവർക്കും കഴിയാറുണ്ട്, അവരുടെ ക്യാരക്ടറാണ്, എല്ലാവരും ക്യാരക്ടർ സ്ഥാപനം. പക്ഷേ എല്ലാവരും ദൈവസഭയ്ക്ക് ചെയ്യണമെങ്കിൽ ദൈവത്തിൻ്റെ ഒരു അപ്രൂവൽ ഉണ്ടായിരിക്കണം. അതിൽ പ്രവീൺ വിശ്വസനായിരുന്നു. ആമേൻ. ഞാൻ വാസ്തവത്തിൽ രജിതയ്ക്ക് സെൻഡ് ഓഫ് കൊടുക്കാതെ വിട്ടത് എന്നെ മനപ്പുറം വിട്ടതാണ്. കാരണം ഞാൻ ഒരിക്കലും എനിക്ക് അംഗീകരിക്കാൻ ഒക്കത്തില്ല. ഞാൻ രജിത പറഞ്ഞു, ഞാൻ ഒമാനെടുത്തോളം കാലം നീ ഇവിടെ ഉണ്ടായിരിക്കും, അതുകൊണ്ട് നീ പോകാണ്ട് ഞാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞാൽ തിരിച്ചെടുത്തുള്ള പ്ലാനായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം പ്രവീൺ പറഞ്ഞില്ല, അതിന് കുറച്ച് ദിവസം പിള്ളേരുടെ വിദ്യാഭ്യാസത്തിൻ്റെ വിഷയം പറഞ്ഞു. ഇതൊക്കെ പറയുമ്പോൾ എൻ്റെ അകത്ത് ഉറപ്പാണ് ഞാൻ തിരിച്ചു വരുത്തും. പക്ഷേ സുജിത്ത് ഒരു വാക്ക് പറഞ്ഞപ്പോൾ, കാരണം സുജിത്ത് വെറുതെ ഒരു വാക്ക് പറയത്തില്ല. വരണമെന്നല്ല പറഞ്ഞത്, വരാനായിട്ട് എത്ര ശ്രമിക്കണ്ട എന്ന് പറഞ്ഞാൽ ഒരു കാര്യം, അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഉറപ്പായിട്ട് പറഞ്ഞിരിക്കുന്നത്, ഉറപ്പായിട്ടും പ്രവീണിനെയും കുടുംബത്തെ ദൈവം മാനിച്ചിരിക്കും. അതിന് ഒമാനല്ല വിഷയം. എവിടെയാണെങ്കിലും ദൈവത്തിൻ്റെ സമയം ആയി എന്നുള്ള കൺഫർമേഷനാണ് പറഞ്ഞത്. ഒമാനിലേക്ക് അല്ലെങ്കിൽ വേറെ രാജ്യത്തിലേക്ക് അങ്ങനെ ഒരു ആവേശം കാണിക്കേണ്ട ദൈവം. എന്നാൽ അതേ സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്നു, തുടർന്ന് നിങ്ങൾക്കൂടെ മിനിസ്ട്രി ഉണ്ട് എന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ്. ഇത് ദൈവാലോചന തോന്നിക്കുന്നില്ല, പക്ഷേ എൻ്റെ ആഗ്രഹം. പക്ഷെ പല കാര്യങ്ങളിലും എൻ്റെ ആഗ്രഹങ്ങളെ ദൈവം, എനിക്കറിയാം ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നതെന്ന്. ആമേൻ. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ അവിടെ ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾക്കൊരു സെൻഡ് ഓഫ് ഉണ്ടായിരിക്കുമെന്ന്. ആമേൻ. ഓക്കെ. പിന്നെ വേറെ കാര്യം പറയുമ്പോൾ പറഞ്ഞ കാര്യങ്ങളിനകത്തൊരു കൺഫർമേഷൻ എന്ന് പറയുന്നത് സെമി സാക്ഷിയായിരിക്കും ആണ്. ഈ ATC സഭ, ഇത് ബർക്ക ചർച്ച് എന്നറിയപ്പെടുന്നത്. ബർക്ക ചർച്ചിൽ ആരെല്ലാം സഭയുടെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചു അവരെല്ലാവരെയും ഒരു സമയമായപ്പോൾ അവർ വെറുതെ ഇരുന്ന് ദൈവത്തിൻ്റെ മഹത്വം അനുഭവിക്കായിരുന്നു. ഭയങ്കരമായ അസാധാരണമായിരുന്നു. തമ്പാച്ചനെ അറിയത്തില്ല, തമ്പാച്ചനെ, ബാലകൃഷ്ണൻ ബ്രദർ, ആ സമയങ്ങളിൽ ആരെല്ലാം ഇവിടുന്ന് പോയി അവരെല്ലാം ഒരു കാലഘട്ടം അവിടെ നന്നായിട്ട് അധ്വാനിച്ചു. ഇവിടെ നിന്ന് അധ്വാനിച്ചിട്ട് ഒന്നും പ്രാപിച്ചില്ല. പക്ഷേ തിരിച്ചു പോയതിന് ശേഷം ദൈവം ഒരു ഭയങ്കരമായിട്ട് മാനിച്ചു. എനിക്ക് ഏറ്റവും സങ്കടം ഉണ്ടാകുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ തമ്പാച്ചൻ എന്ന് പറയും. അദ്ദേഹത്തെ ശരിക്കും ഒരു ഭയങ്കര കൂരിട്ട് ശാപം നിറഞ്ഞ കുടുംബത്തെ വിടുവിച്ചത്. അതുകൊണ്ട് ഭയങ്കരമായ സ്നേഹവും ഭയങ്കരമായ ആദരവായിരുന്നു എന്നോട്. പക്ഷേ ഇവിടെ നിന്ന് പ്രത്യേകിച്ച് ഒന്നും പ്രാപിച്ചില്ല. കാരണം അവരെ ഇവിടെ വെച്ച് തന്നെ അവർ ഡിവോഴ്സായി. ഞാൻ അവരെ വീണ്ടും ഒരു റീമാരേജ് ചെയ്തു. ഭയങ്കര സന്തോഷമായിരുന്നു. പെട്ടെന്ന് നാട്ടിൽ പോകുമ്പോഴും ഒന്നും കിട്ടിയില്ലായിരുന്നു. എനിക്കൊരു വിഷമമായി. കാരണം അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. നാട്ടിൽ ചെന്നപ്പോഴേക്കും പെട്ടെന്ന് തന്നെ വിളിച്ച് പറഞ്ഞു, പാസ്റ്ററെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. അവർ തിരുവല്ലയിലാണ്. ഒന്നുമില്ല, ഇവിടെ നിന്ന് അദ്ദേഹം നാട്ടിൽ കിടന്ന പൈസ നമ്മുടെ AES ഉണ്ട്, അമ്പർക്കുള്ള AESൻ്റെ ആ ഫാക്ടറി തുടങ്ങുന്ന സമയത്ത്, ഈ അവിടുത്തെ എന്താ പറയുക പവർ സ്റ്റേഷൻ തുടങ്ങുന്ന സമയത്ത് കുറേ പൈസ വരുത്തി ഒത്തിരി ലോസായിരുന്നു. നാട്ടിൽ നിന്ന് വരുത്തി. നാട്ടിൽ ചെന്നപ്പോഴത്തെ ഇദ്ദേഹത്തിൻ്റെ 10 സെൻറ്റ് സ്ഥലം തിരുവല്ലയിലുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞ് ഇപ്പോൾ ഒരു സെൻറ്റിന് ഓരോണ്ട് 5 ലക്ഷം രൂപയാണ്. പക്ഷേ 25 ലക്ഷം രൂപ സെൻറ്റിന് ഇട്ടിട്ട് KP യോഹന്നാൻ വാങ്ങിക്കാരിയാണ്. ഇത് ആരാന്ന് അറിയത്തില്ലായിരുന്നു. ഇപ്പോൾ ചെന്നപ്പോഴാണ് അറിയുന്നത് ഇത് ഇദ്ദേഹത്തിൻ്റെയാണ്. കാരണം ഇദ്ദേഹത്തിന് ഈ സ്ഥലം വേണം. അങ്ങനെ വലിയ എമൗണ്ട് കൊടുത്ത് അത് വാങ്ങിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴെടുത്ത് പറഞ്ഞു, പാസ്റ്റർ വേറെ അത്ഭുതം നടന്നു. എൻ്റെ അച്ഛൻ്റെ അനുജൻ, അദ്ദേഹത്തിന് ഒരു മകനാണ്, പുള്ളി അമേരിക്കയിലായിരുന്നു മകൻ. അവിടെ ചെന്നിട്ട് കാരണം ഏക മകൻ അതുപോലെ വളർത്തിയതാണ്. അവിടെ ചെന്നതിന് ശേഷം ഈ പുള്ളി എന്ത് ചെയ്തു, അവിടുത്തെ ഒരു വെള്ളക്കാരി പെണ്ണെ സ്നേഹിച്ചു. അവളുമായിട്ട് വാങ്ങാം. അച്ഛനെ എതിർത്തിട്ട് സമ്മതിച്ചില്ല. പറഞ്ഞാൽ അച്ഛൻ്റെ ഒന്നും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുത്തിട്ട് പുള്ളി അവിടെ സെറ്റിലായി. ഇദ്ദേഹത്തിന് തിരുവല്ല സെറ്റിക്ക് 4 നില ബിൽഡിങ്, കോടികളുടെ ആസ്തി. ഇദ്ദേഹം ദേഷ്യത്തിനെല്ലാം തമ്പാച്ചൻ എഴുതി കൊടുത്തു. ഏമേൻ. ഇതെനിക്ക് ഒത്തിരി അനുഭവം എനിക്കുള്ളത് കൊണ്ട് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്, ഇങ്ങോട്ട് വരാൻ നിർബന്ധം പിടിക്കണ്ട, ദൈവത്തിൻ്റെ വിശ്വസത ഭയങ്കരമാണ്. ഏമേൻ. അല്പത്തിൽ വിശ്വസ്തൻ. ഇത് പറയുന്ന സമയത്ത് ജോബനില്ലായിരുന്നല്ലോ. ഈ പറയുന്ന സമയത്ത് ജോബൻ വന്ന് അത് വാക്ക് പറഞ്ഞു, ഉറപ്പായിരിക്കും ദൈവം മാനിക്കും. ഓക്കെ. അതുകൊണ്ട് ഞാൻ ഈ പറയുമ്പോഴെല്ലാം ഞാൻ ഒരാളല്ല, ഞാൻ എല്ലാവരെയും കൂടെ ഫോക്കസ് പറയുന്നത്. ഏമേൻ. അതുകൊണ്ട് എനിക്ക് ഒരാളെ മാത്രം പറയാൻ ചിലപ്പോൾ ഒരാളെ മാത്രം പോഴ്ത്തി എന്ന് പറയും. പക്ഷേ എന്നൊരു വാക്ക്
പ്രവീണിന് വേണ്ടി മാത്രം ഞാൻ പറയാം. ഓക്കെ, വചനത്തിൽ നിന്ന്. കാരണം എൻ്റെ വാക്കിനകത്ത് പരിമിതികളുണ്ടാകും, പക്ഷേ ദൈവവചനത്തിനകത്ത് ഭയങ്കര ദൈവശക്തിയാണ്. തിമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം എടുത്തേ, അതിൻ്റെ 6-ാം അധ്യായം. തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 6-ാം അധ്യായം, അതിൻ്റെ 11 തൊട്ടുള്ള വാക്യം വായിച്ച് ശ്രദ്ധിച്ചോളണം വാക്കുകൾ. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ, വിഷയങ്ങൾ തിരിയാൻ പോവാം. ഹല്ലേലൂയ. ഇത്രയും നേരം നിങ്ങൾ സംസാരം ഞാൻ വീണ്ടും പറയാൻ പോകും. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി. മുകളിൽ കുറേ കാര്യം പറഞ്ഞിട്ട് പറയാണ്, അത് വിട്ടോടി. അത് നിങ്ങൾ പിന്നോട് വായിച്ചോളൂ, എന്തൊക്കെ വിട്ടോടണം എന്നുള്ളത്. ഓക്കെ, അതിലെ ചാടി. ഓക്കെ, വായിച്ചോ. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും ഇത് ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസം പലരും. കാരണം ഇത് ഈ ചർച്ചിൻ്റെ സാമ്പത്തിക വിഷയം ഹാൻഡിൽ ചെയ്യുമായിരുന്നു. എനിക്കറിയാം, പണ്ട് ആദ്യ കാലഘട്ടങ്ങളിൽ ഈ ചർച്ചിൻ്റെ സാമ്പത്തിക വിഷയം ഇല്ലായിരുന്നു. അവരുടെ ദൈവം ഭയങ്കരമായിട്ട് മാനിച്ച് അതിന് ശേഷം ലേക്ക് ഒരു കാർഡ് കിട്ടിയായിരുന്നു. ഈ കോവിഡ് സീസണിലൊക്കെ നമ്മുടെ ഈ കാർഡുണ്ടല്ലോ, ക്രെഡിറ്റ് കാർഡ്. നേരെ അച്ഛാ ഇത് കൊള്ളാമല്ല, പൈസ കൊടുക്കണ്ട, വെറുതെ കിട്ടും. ഞാൻ വെറുതെ കിട്ടും. അന്ന് തൊട്ട് പൈസ കൊടുക്കാതെ കിട്ടുന്ന സാധനമാണ് ക്രെഡിറ്റ് കാർഡ് എന്ന രീതിയിൽ. ഇന്ന് വരെ അറിയത്തില്ല, അവമാനിക്ക് ഇല കണ്ടത്. പക്ഷേ സാമ്പത്തിക ചർച്ചിനകത്ത് ഇരുന്ന് അതിനുശേഷമാണ് സിമിയുടെ പപ്പയായിരുന്നു കുറച്ച് നാൾ. അതോടുകൂടി അവരുടെ ആ ബിസിനസ് ഭയങ്കരമായിട്ട് മാറിയായിരുന്നു. അതുകൊണ്ട് ഒരിങ്ങനെ മാറി മാറി വന്നതാണ് പ്രവീണിൻ്റെ കയ്യിൽ. പക്ഷേ ഇത് വന്നതിന് ശേഷവും ഈ അത്യാഗ്രഹമില്ല. ഞാൻ പല സാഹചര്യങ്ങളിലും ഞാൻ ഫുഡ് കഴിക്കാൻ പലപ്പോഴും കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ വിളിച്ചുകൊണ്ട് പോയി അവസാനം കൈ കഴുകിയിട്ട് വരുന്നതിന് മുമ്പ് പറയും പേ ചെയ്ത് കഴിഞ്ഞെന്ന്. അതുകൊണ്ട് കൊടുക്കുന്നതിനകത്തും അല്ലേ, പലരും ഞാൻ കണ്ടിട്ടുണ്ട്, കൊടുക്കുന്നതിനകത്തും എല്ലാ കാര്യങ്ങളിലും. അതുകൊണ്ട് ആ ഒരു സംഭവമില്ല. അതുകൊണ്ട് പറയും വിട്ട് ഓടണ്ട, ഓൾറെഡി അത് വിട്ട് ഓടിയിരിക്കുക അല്ലേ. അടുത്ത വാക്യം വായിച്ചേ, ഏതായിരുന്നു? നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി. ഒന്ന് നീതി, ഭക്തി. പ്രവീൺ, നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ. ഇതിനകത്ത് ഞാൻ സാക്ഷിയാണ്. ക്ഷമ. എൻ്റെ ദൈവം എന്തൊക്കെ ചില സമയത്തുള്ള ഇങ്ങനെ ചില കാര്യങ്ങൾ പറയുമ്പോൾ പ്രവീൺ ഇത് ശരിയാവത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് പാസ്റ്ററെ കുഴപ്പമില്ല, അവരുടെ സാഹചര്യം വെച്ചൊക്കെ പറഞ്ഞ് കാണുമായിരിക്കും. അത് എൻ്റെ ദൈവം, ഞാൻ ഈ കുറേ വർഷങ്ങളുടെ കമ്പനിയുടെ ഫോർമാനായിരുന്നു, പിന്നെ മാനേജരായി, പിന്നെ മാനേജിങ് ഡയറക്ടർ ആയപ്പോഴേക്കും നമ്മുടെ സംസാര രീതിയാണല്ലോ, മനുവിനറിയാമല്ലോ, അത്ര വലിയ സോഫ്റ്റ് ഒന്നും അല്ലേ. അപ്പോൾ ഇതൊക്കെ എല്ലാ കാര്യം ഹാൻഡിൽ ചെയ്യുമ്പോഴത്തേക്ക് പ്രവീൺ പറയും പാസ്റ്ററെ വേണ്ട, ഓക്കെ ശരി, അതുകൊണ്ടായിരിക്കും. പണ്ട് ദൈവത്തെ മോശ മര്യാദ പഠിപ്പിച്ചില്ലേ, സമാധാനമായി. ദൈവം നീ ഇതിരാ ദേഷ്യപ്പെടും. ആരാ? മോശ ദൈവത്തെ. അതുപോലെ എന്നെ സൗമ്യത പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെ ഉണ്ടായിരുന്നു? ക്ഷമ, സൗമ്യത എന്നിവയെ. ആമേൻ. ഈ നല്ല കാര്യങ്ങൾ വീണ്ടും എന്ത് ചെയ്യണം? ഇത് ഉണ്ടായി നമുക്ക് വർദ്ധിച്ചു വരണം. ആമേൻ. അതാ പത്രോസ് പറഞ്ഞു, ഇതുവരെ നിങ്ങൾക്ക് ഉണ്ടായി വർദ്ധിച്ചു വരുന്നുവെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷ സംബന്ധം നിങ്ങൾ ആരായിരിക്കില്ല? നിങ്ങൾ ഇതില്ലാത്തവനോ ക്രിസ്തുദൃഷ്ടിയുള്ളവനത്രേ. ആമേൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇതിൽ നമ്മൾ ഓരോ ദിവസവും വർദ്ധിച്ചു വരണം എന്നെപ്പോഴും തരുക. അടുത്ത വാക്യം എന്താ? വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ അതിനായി വിളിക്കപ്പെട്ട. ആമേൻ. ആമേൻ. ഇന്ന് രാത്രി സഭ ഒരുമിച്ച് സാക്ഷ്യം പറയാണ്. എന്ത് സംഭവിച്ചിരിക്കുക? വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക, അതിനായി നീ വിളിക്കപ്പെട്ടു. അനേകം സാക്ഷികളുടെ മുമ്പാകെ, അനേകം സാക്ഷികളുടെ മുമ്പാകെ ഇതായതിനെ കൊണ്ടാണ് ആഗ്രഹിക്കുന്നത്. ഇന്ന് രാത്രി ഇവിടുന്ന് അനേക സാക്ഷികളുടെ മുമ്പാകെ
എൻ്റെ പ്രവീണെ ഇത്ര കോടികൾ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ വചനമായിട്ട് ചേർത്ത് വായിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല. ഹല്ലേലൂയ. നമുക്ക് പലതും നേടാം, പലതും ഉണ്ടായെന്ന് പറയാം. പക്ഷേ ഇന്ന് രാത്രി ഇത്രയും പേര് ഒരുമിച്ച് എഴുന്നേറ്റ് നിന്നിട്ട് ഓരോരുത്തർ എഴുന്നേറ്റിട്ട് ഈ ഒരു സാക്ഷ്യവാചനം പറയുകയാണെങ്കിൽ അതിനായി നീ വിളിക്കപ്പെട്ട അനേകം സാക്ഷികളുടെ മുമ്പാകെ നീ ഇനി കമ്പയർ ചെയ്യുന്നൊരു ഭാഗമാണ്. വായിച്ചടുത്ത ഭാഗം ഇരിക്കുന്നത്. ഈ വിഷയത്തിനകത്താണ് ദൈവസഭയുടെ ശുശ്രൂഷകൻ എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് അറിയിക്കുവാനുള്ളത്. നീ ആരായിരിക്കണം? നിഷ്കളങ്കനും നിരപവാദ്യനുമായി ഈ കൽപ്പന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നമ്മൾ സ്നാനപ്പെടം പറയുക, നീ അന്ത്യത്തോളം വിശ്വസ്തനായിരിക്കുക, എന്നാൽ നീ ജീവകിരണം പ്രാപിക്കും. ഇന്ന് രാത്രി എല്ലാ സാക്ഷികളും ഇന്ന് വരെ ആമേൻ ദൈവസന്നിധിയിൽ നല്ല സാക്ഷ്യം വഹിച്ചു വരാം. പക്ഷേ ഇനി ഞാൻ പറയാണ്, ഇനിയുള്ള ദിവസങ്ങൾ എന്ത് ചെയ്യണം? നീ നിഷ്കളങ്കനും നിരപവാദ്യവനുമായി ഈ കൽപ്പന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത വരെ പ്രമാണിച്ചു കൊള്ളണം. ഹല്ലേലൂയ. ഇത് രാത്രി ഇതായിരിക്കും സഭയ്ക്ക് ഇതിനുള്ള ഏറ്റവും ഭയങ്കര ഗിഫ്റ്റ്. അടുത്ത വാക്യം വായിച്ചേ. എന്നിങ്ങനെ സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തെയും നല്ല സ്വീകാര്യം കഴിച്ച യേശു ക്രിസ്തുവിനെയും സാക്ഷി വെച്ച് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. എഴുന്നേൽക്കാൻ പ്രാർത്ഥിക്കുക. എല്ലാവരും എഴുന്നേറ്റേ ഇങ്ങോട്ട് വരൂ, പ്രാർത്ഥിക്കാൻ പോ. ഹല്ലേലൂയ. പ്രവീണോട് വരൂ. ആമേൻ. ഇത് രാത്രി ദൈവത്തിൻ്റെ ഭയങ്കരമായൊരു ഇടപെടൽ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ഈ ഒരു സാക്ഷ്യം നമ്മൾ നിലനിർത്തണം. ഹല്ലേലൂയ. ഇത് ഞാൻ പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായ ദൈവ സാന്നിധ്യം അനുഭവിക്കുക. ഇത് സാധാരണ സെൻഡ് ഓഫ് മീറ്റിംഗ് ആയിട്ട് മനസ്സിലാക്കുന്നില്ല. ഇത് ഇന്ന് രാത്രി ഒരു ജസ്റ്റ് പ്രവീൺ അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു എക്സാമ്പിൾ അത് മാത്രമേ ഉള്ളൂ. നിങ്ങളെല്ലാവരുടെയും പേര് നിങ്ങൾ എഴുതി ചേർക്കുക. ഹല്ലേലൂയ. ആ വാക്കുണ്ട് ഇന്നിങ്ങനെ സകലത്തെയും ജീവിപ്പിക്കുന്ന. ആ വാക്ക് ഭയങ്കരമാണ്. ആമേൻ. പൗലോസ് തിമോത്തിയോസിനോട് ലേഖനം എഴുതുമ്പോൾ തിമോത്തിയോസ് നോക്കിയിട്ട് പറയാണ്, തിമോത്തിയോസേ ഞാൻ നിനക്കൊരു ഉറപ്പ് തരാൻ പോ. ഏത് മാറ്റം ഉറപ്പാ? ഇങ്ങനെ സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തെയും പൊന്തിയോസ് പീലാത്തോസിന്റെ മുമ്പിൽ നല്ല സ്വീകാര്യം അല്ലേ? യേശുവിനെ 5 കോർട്ടിൽ ഒരു രാത്രി കൊണ്ട് മാറി മാറി വിസ്തരിച്ചു. ഫൈനലി പീലാത്തോസ് പറഞ്ഞു, ഞാൻ അവർ ഒരു കുറ്റവും കാണുന്നില്ല. ആമേൻ. അന്ത്യത്തോളം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത വരെ അത് സൂക്ഷിക്കണം. ആമേൻ. ഈ വാക്കിൻ്റെ ശക്തി ഭയങ്കരമാണ്. ഞാനിന്ന് പ്രവീണിനെ ഫ്രണ്ടിൽ നിർത്തുന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഓരോരുത്തരെയും ഇന്ന് രാത്രി ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നിർത്താൻ പോകും ഞാൻ ആത്മാവിൽ. എന്നിട്ട് നമ്മളോട് ഞാൻ ഇതിനിടയ്ക്ക് ഒരു സ്റ്റോപ്പിൽ ഒരു ലേക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. പ്രവീണിനെ കുറിച്ച് ഉണ്ടോ? ലേക്ക് ഒത്തിരി കാര്യം പറയാനുണ്ട് ഈ കുടുംബത്തോട്. ഇപ്പം എടുക്കുന്നുണ്ടോ? സമയം എടുക്കുന്നുണ്ടോ? വേണ്ട. ഓക്കെ. എന്തോ ഒരു വാക്ക് പറയാം. ലേക്ക് എന്ത് പറയാനുണ്ട്? ഇപ്പോൾ ഈ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാണ്, ശരിക്കും ചർച്ച തുടങ്ങുമ്പം ആദ്യമായിട്ട് ഈ അക്കൗണ്ട് സെക്ഷൻ തുടങ്ങിയത് ഞാനായിരുന്നു കൈകാര്യം ചെയ്തത്. അതിനുശേഷം എനിക്കറിയാം പ്രവീണിൻ്റെ ഭാഗത്ത് ഭയങ്കര, കാരണം അതിനെക്കുറിച്ച് ലെവിൻ എപ്പോഴും പറയും, അവന് പൈസ എത്ര പൈസ കിട്ടിയാലും ഉടൻ അവൻ ദശാംശം പ്രവീണിൻ്റെ കയ്യിൽ അയക്കാറുണ്ട്. പ്രത്യേകിച്ച് കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ സ്വന്തം ആയതുകൊണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള കാര്യങ്ങൾ സുജിത്ത് പറഞ്ഞതുപോലെ. ഓക്കെ. ആമേൻ. അവിടെ നമ്മൾ ഒത്തിരി കാര്യം പറയാനുണ്ട് പ്രവീൺ. നമ്മൾ കൺട്രോൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയാതിരിക്കാൻ പറ്റുക. പക്ഷേ ഇന്ന് രാത്രി എനിക്ക് ഭയങ്കര ദൈവസാന്നിധ്യത്തെ മൂവ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ സമയത്ത് ഞാൻ പലപ്പോഴും ഒരു വ്യക്തി മാത്രമേ ഞാൻ ദൈവസഭയെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇന്ന് രാത്രി വീണ്ടും പറയാണ്, ആമേൻ. അത് ബാക്കി മാറ്റേണ്ട ഞാൻ വായിച്ചുകൊണ്ടിരിക്കുക. അത് ആമേൻ. അവിടെ യേശു ക്രിസ്തുവിനെ കുറിച്ചെന്നല്ല പറഞ്ഞിരിക്കുന്നത്. പൊന്തിയോസ് പീലാത്തോസിൻ്റെ മുമ്പിൽ
നല്ല സ്വീകരണം എന്ന് പറഞ്ഞതറിയാം. ഇവർ മാക്സിമം ആയിരക്കണക്കിന് ജനങ്ങൾ എന്നിട്ട് ഇവരെ ക്രൂശിക്കാമെന്ന് കുറ്റം പറയാൻ നോക്കുമ്പോഴും ഇവരെ മുമ്പിൽ എല്ലാം ആരെല്ലാം കൊണ്ടുവന്നിട്ടും ഒരു വാക്ക് പോലും കുറ്റം പറയാൻ കഴിയാതെ വണ്ണം ആമേൻ അവരെ മുമ്പിൽ നല്ല സാക്ഷ്യം വഹിച്ച ആമേൻ ഹല്ലേലൂയ യേശു ക്രിസ്തുവിനെ സാക്ഷി വെച്ച് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. ഹല്ലേലൂയ. ആ വാക്യം ഞാൻ ഇത്ര വായിച്ചോളായിരുന്നു. അടുത്ത വാക്കോട് വായിച്ചേ. ആ ആ ആ ആ ആഹാ ആമേൻ ആമേൻ. തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും, അവന് ബഹുമാനവും നിത്യബലവും ഉണ്ടാകട്ടെ. ആമേൻ ഹല്ലേലൂയ. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ ഒരു പ്രാർത്ഥിച്ചാട്ടെ, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ വചനം, ഈ വാക്കുകൾ ഞാൻ സഭയ്ക്ക് വേണ്ടി റിലീസ് ചെയ്യാണ്. കർത്താവേ, ഏറ്റിസിലെ ഓരോ കുടുംബങ്ങളെക്കുറിച്ചും ഓരോ വ്യക്തികളെക്കുറിച്ചും കർത്താവേ, ഇന്ന് രാത്രി ദൈവസന്നിധിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെക്കുറിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഉറപ്പിക്കുന്നു. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കുന്നു കർത്താവേ. ഇന്ന് രാത്രി കർത്താവേ, ഹല്ലേലൂയ, ദൈവസഭയോട്, ദൈവത്തിൻ്റെ മക്കളോട് ഈ വാക്ക് പറയുവാൻ കാരണമായി തീർന്ന പ്രിയ പ്രവീണിനെയും രജിതയും ദൈവന് കൊടുത്ത 2 കുഞ്ഞുങ്ങളെയും ഹല്ലേലൂയ ഈ സമയം ഓർത്ത് ഞങ്ങളുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവേ, ഞങ്ങളുടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോൾ പിതാവേ, ദൈവത്തിന്റെ സഭയ്ക്ക് നൽകിയിരിക്കുന്ന ദൈവത്തിന്റെ അധികാരത്താൽ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധ നാമം ചൊല്ലി അതിന്റെ മാനം ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഈ തലമുറയിൽ പിതാവേ, പ്രവീൺ തന്റെ കുടുംബത്തിന് അനുഗ്രഹ വിഷയമായി മാറട്ടെ കർത്താവേ. പ്രത്യേകിച്ച് ഈ സമയം കർത്താവേ, ഇതിൻ്റെ മന കൂടെ എല്ലാ കാര്യങ്ങളിലും വിശ്വസ്തയോട് ശുശ്രൂഷിച്ച രജിത ഞങ്ങൾ ഈ സമയം ഓർക്കുകയാണ്. കർത്താവ്, സഭ ഒരുമിച്ച് മക്കളെ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ കർത്താവ് ഞങ്ങൾ വീണ്ടും ഒരുമിച്ച് നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഒരുക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും ഞങ്ങൾ സ്തുതിക്കുന്നു. സകലമാനവും എല്ലാ മഹത്വവും ഞങ്ങൾ ദൈവത്തിൽ അർപ്പിക്കുന്നു. കൃപ എല്ലാവരുടെ പേരിൽ വർദ്ധിക്കട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ 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 ആമേൻ. ഹല്ലേലൂയ. കർത്താവ്